السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الحمد لله عدد خلقه ورضا نفسه وزينة عرشه ومداد كلماته. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في دورة القسم الأول من دورة ثالثة من دروس اللغة العربية لغير الناطقين بها. നമ്മൾ പഠിച്ചെന്ന് തോന്നുന്നത് അന്തർസ് സാലിസ് നൗ സാലിസ് തുടങ്ങിയായിരുന്നോ? ഇല്ല തുടങ്ങിയില്ല. سنبدأ إن شاء الله. إن شاء الله. وهل تريدون أن تتكلمون باللغة العربية شيئا؟ بعض الكلمات എന്തെങ്കിലും അറബിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നിങ്ങൾ? കുറച്ചെങ്കിലും നമ്മൾ അറബിയിൽ സംസാരിക്കണ്ടേ? وإلا ما نقدر أن نتكلم خارج الدرس. ക്ലാസ്സിന് പുറത്തു പോയാൽ പിന്നെ നമുക്ക് സിനിമ സംസാരിക്കാൻ പറ്റുമോ? പറ്റണമെങ്കിൽ എന്ത് വേണം? നമ്മളിപ്പോഴേ പഠിച്ചു വെക്കണം അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നുണ്ടോ അറബിയിൽ? അടുത്ത പ്രാവശ്യം നമ്മൾ തുടക്കത്തിൽ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന വാക്ക് പോയിന്റ് എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഞാൻ ഉദ്ദേശിക്കുന്ന ആശയം വന്നോന്ന് നോക്കാം. അങ്ങനെ കുറച്ച് നമുക്ക് സംസാരിക്കണം. ഇൻഷാ അല്ലാഹ്. നോക്കാറുണ്ട്, പക്ഷെ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് അറിയാത്തതുകൊണ്ട്. തെറ്റട്ടെ. വെള്ളം കുടിക്കാതെ നീന്തി പഠിക്കാൻ പറ്റുമോ? വെള്ളം കുടിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ടോ ഉപ്പ് വെള്ളമാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാ? കായലിലെയും കടലിലേക്ക് അഴുക്ക് വെള്ളമായിരിക്കും. ആ വെള്ളം കുടിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ട് ഇനി സ്വിമ്മിംഗ് പൂളിലായിരുന്നാലും കുടിക്കുന്ന വെള്ളമായിരിക്കില്ല അതിൻ്റെ അകത്തുള്ളത്. എന്താ പറഞ്ഞ്? ശരിയാണോ എന്നുള്ളത് അറിയില്ല, എഴുതി വെക്കും. എഴുതി വെച്ചിട്ട് എന്ത്? നമ്മൾ ക്ലാസ്സിൽ തുടക്കത്തിൽ പറയാ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് പറയണം, അറബിയിൽ പറയണമെന്ന് തോന്നിയ കാര്യം. നിങ്ങൾക്കിപ്പോ എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ എനിക്ക് അറബിയിൽ പറയണമെന്ന് തോന്നി, ആ തോന്നിയ കാര്യം എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യാ? ക്ലാസ്സിന് തുടക്കത്തിൽ ഞാൻ ഇത് എഴുതി ശരിയാണെന്ന് നോക്കാൻ പറയണം. അപ്പോഴേ നമുക്ക് തെറ്റിൽ നിന്നും എങ്ങനെ ശരിയാക്കാൻ പറ്റും എന്നറിയാൻ പറ്റും. ഒന്ന് നമ്മുടെ മനസ്സിലെ ഐഡിയ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ? നമ്മൾ കുറേ വെർബുകൾ പഠിച്ചു, കുറേ പദങ്ങൾ പഠിച്ചു, നമ്മൾ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, ഈ പാഠത്തില് നോട്ട്സ് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത് മബ്നിയുൽ മജ്ഹൂൽ, പാസീവ് വോയിസ്. പാസീവ് വോയിസ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക. മലയാളത്തില് കർമ്മണി പ്രയോഗം എന്ന് പറയും. പക്ഷേ ഇതൊന്നും അറബിക്ക് തത്തുല്യമല്ല. അറബിയിൽ മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ അൺനോൺ സബ്ജക്റ്റ്, കർത്താവ് അറിയപ്പെടാത്തത്. ദ സബ്ജക്റ്റ് ഈസ് അൺനോൺ. അതിനാണ് അറബിയിൽ മജ്ഹൂൽ എന്ന് പറയും, മജ്ഹൂലായ ഫെയിൽ എന്ന് പറയും. അപ്പൊ മജ്ഹൂലായ ഫെയിലിന്റെ കീ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ടല്ലോ ഇതിന്റെ കൂടെ, അത് എങ്ങനെയാണ് നിങ്ങൾ വായിച്ചു നോക്കണം. വായിച്ചു നോക്കുന്നത്? നിങ്ങൾ നോട്ട്സ് ആണ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പേജ് നമ്പർ 19 ഉസ്താദ് പറഞ്ഞ കാര്യം പേജ് നമ്പർ 19 കീയിലുണ്ട്. കീയിലുണ്ടാവും. നമ്മളിപ്പം 100 വർഷം നവോത്ഥാന പ്രസ്ഥാനങ്ങൾ തുടങ്ങിയിട്ട് 100 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഒരു അറബി ക്ലാസ് തുടങ്ങിയത്. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു പണിയേ ഉള്ളൂ, അറബി പഠിപ്പിക്കുക. അറബി പഠിപ്പിക്കുക എന്നൊരൊറ്റ പണി മാത്രം ചെയ്താൽ ലോകം എന്താവും?
അന്ധകാരത്തിൽ നിന്നും. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ആദ്യം പുല്ലൊക്കെ പുല്ല് വെട്ടി ഒരു വലിയ കുളമാണ് നമ്മൾ കുടിക്കേണ്ടതെങ്കിൽ ആദ്യം അതിന്റെ മുകളിലുള്ള പുല്ലൊന്നും വെട്ടിക്കളയേണ്ട കാര്യമില്ല. JCB കൊണ്ടുവരിക, മാന്തുക, തീർന്നു. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് അറബി പഠിപ്പിച്ചാൽ പ്രശ്നം തീർന്നു. ഖുർആൻ വായിച്ച് മനസ്സിലാക്കാൻ പഠിപ്പിച്ചാൽ പ്രശ്നം തീർന്നു. പക്ഷേ അവിടെ അവരുടെ പ്രശ്നം ആരംഭിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അതായത് ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമാണ് ശരിയെന്ന് ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾ അറബി പഠിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ലോകത്ത് വിജ്ഞാനം ഓപ്പണായിട്ട് കിടക്കുകയാണ്. അപ്പൊ എന്താവും? അയാൾക്ക് കണ്ടെത്താൻ പറ്റും സ്വന്തം. ഇതാണ് ശരി, ഏതാണ് ശരി എന്ന് കണ്ടെത്താൻ പറ്റും. കണ്ടെത്തിയാൽ അവരുടെ പക്ഷപാതിത്വങ്ങൾ അവസാനിക്കും. അതുകൊണ്ടാ അവിടെ എന്ത് ചെയ്യില്ല? ഖുർആന്റെ അർത്ഥം പഠിപ്പിക്കില്ല, അറബി ഭാഷയും പഠിപ്പിക്കില്ല. അപ്പൊ അതുകൊണ്ട് അറബി ഭാഷ പഠിച്ചാൽ ഇത് തീർന്നു. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, അപ്പൊ ഇത് നോട്ട്സ് തന്നിട്ടുണ്ട്. നോട്ട്സ് നിങ്ങൾ വായിച്ചു നോക്കുക. അത് കംപ്ലീറ്റ് വായിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല. അതിന്റെ സമ്മറിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതില് അറബിയിലും ഇംഗ്ലീഷിലും തന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് നോട്ട്സ് ആണ് എന്നാണ് പറയുന്നത്. അതില് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിത് എന്ത് ചെയ്യണം? ഈ കൺസെപ്റ്റ് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. തുടക്കം മുതലേ അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എങ്ങനെ പഠിപ്പിക്കണമെന്ന് അവർ പറയുന്നു, അതനുസരിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇതിന്റെ ഗ്രന്ഥരചയിതാക്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോ അതിലൊന്ന് ഇതാണ്. രണ്ടാമത്തെ പോയിന്റ്, അപ്പൊ മജ്ഹൂലിന്റെ പറഞ്ഞല്ലോ, മജ്ഹൂലിന്റെ ഓപ്പോസിറ്റ് എന്താണ്? മാറൂഫ്. മാറൂഫ് എന്ന് പറഞ്ഞാൽ കർത്താവ് അറിയപ്പെട്ടത് എന്നാണ്. അപ്പൊ ഫേല് മജ്ഹൂല് പഠിക്കുമ്പോൾ ഫേല് മജ്ഹൂല് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ അല്ലാത്ത ആരുമില്ലല്ലോ, അല്ലാത്ത ആരുമില്ല. അപ്പൊ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ നമ്മൾ മജ്ഹൂല് അഡ്വാൻസിനെ വിളിക്കും. ഇവിടെ 2 ഭാഗം കഴിഞ്ഞിട്ടാണ് മജ്ഹൂല് പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മളും പാർട്ട് 3 തന്നെയാണ് മജ്ഹൂല് പഠിപ്പിക്കുന്നത്. പക്ഷെ ഒരു സാങ്കേതികത്വം ഇല്ലാതെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് മഅറൂഫാണ്. അപ്പൊ സബ്ജക്ട് ഈസ് നോൺ. മറ്റത് മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ സബ്ജക്ട് ഈസ് അൺനോൺ. ഇതാണ് ശരിക്കും നമ്മൾ മലയാളം, ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ മനസ്സിലാക്കേണ്ടത്. കർത്താവ് അറിയപ്പെടാത്തതിന് മജ്ഹൂൽ എന്ന് പറയും. അപ്പൊ പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച എന്താണെന്ന് പറയേണ്ടി വരും. അത് മഅറൂഫാണ്. കർത്താവ് അറിയപ്പെടുന്ന ക്രിയയാണ് നമ്മൾ പഠിച്ചത്. അതാണ് ഇതിലെ ഒരു പ്രധാന ഇനം, മുഖ്യ ഇനം. അത് കൂടാതെ ഈ പാഠം ചർച്ച ചെയ്യുന്നത് വേറെ ചില കാര്യങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഓൺ ദ വേയിൽ മനസ്സിലാക്കുകയും ചെയ്യാം. കാരണം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പ്രധാനമായും അതാണ്. രണ്ടാമത്തെ സംഗതി നോട്ട്സിൽ നമ്പർ 2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ഉലിത്ത് ആമ സബാത്തിൻ വസിറ്റീന വത്തിസമിയ വാൽ മിലാദി. അപ്പം ഐ വാസ് ബോൺ ഇൻ, അവിടെ ആമ എന്നതിന്റെ വിശദീകരണമാണ്. നമ്പർ 3 നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, അൽ ഹസൻ, അൽ ഹുസൈൻ, അൽ സുബൈർ എന്നൊക്കെ പറയും. ചില നാമങ്ങൾക്ക് അൽ ചേരും. ആ അൽ ചേരുന്ന നാമങ്ങളോട് യാ അഡ്രസ് ചെയ്യാനുള്ള യാ ഉപയോഗിച്ചാൽ, വിളിക്കാനുള്ള യാ ഉപയോഗിച്ചാൽ അതിന് ആ നാമത്തിന് അൽ ഒഴിവാക്കിയിട്ടാണ് ഉപയോഗിക്കുക. അൽ ഹസൻ എന്ന് പേരുണ്ടെങ്കിൽ യാ ചേർത്ത് വിളിച്ചാൽ യാ ഹസനു എന്ന് വിളിക്കുള്ളൂ. യാ ഹസനു എന്ന് വിളിക്കും. ബാക്കിയൊക്കെ നമുക്ക് ബാക്കി പോയിന്റുകളൊക്കെ നമ്മളെ ഓൺ ദ വേയിൽ മനസ്സിലാക്കിയാൽ മതി. മറ്റൊരു വിഷയം, നമ്മളിപ്പോ ഹിന്ദി എന്ന് പറയില്ലേ, ഹിന്ദി എന്ന് പറഞ്ഞാൽ അറബിയിൽ എന്താ അർത്ഥം? ഇന്ത്യൻ എന്നാണ്, ഇന്ത്യക്കാരൻ എന്നാണ്. ഇന്ത്യ എന്നുള്ളത് ശരിക്കും അറബി വാക്ക് ഹിന്ദിയുൻ എന്നാണ്, ഹിന്ദിയുൻ. അപ്പൊ അത് ഒരു സ്ഥലം പറഞ്ഞാൽ ആ സ്ഥലവുമായി ബന്ധപ്പെടുത്തി പറയുന്നതിനാണ് അപര്യായമായ യാ ചേർക്കും. ഹിന്ദ്, അൽ ഹിന്ദാണ് ഇന്ത്യ. അതിനെ യാ ചേർത്താൽ അൽ ഹിന്ദിയു എന്ന് പറയും. അപ്പം അൽ മക്കത്തു എന്നുള്ളതിന്, മക്കയിൽ അവതരിച്ച സൂറത്തിന് എന്ത് പറയും?
മക്കീയത്തിൻ എന്ന് പറയും. ആ സൂറത്ത് താ ഉള്ളത് കൊണ്ടാണ് മക്കീയത്തിൻ എന്ന് പറയും. അപ്പൊ എന്താണ് മക്കത്ത് എന്നുള്ളതിന് മക്കി എന്നാണ് പറയുക. ബുഖാറയിൽ ജനിച്ച ആൾക്ക് എന്താ പറയാ? ബുഖാറക്കാരനായ ആൾക്ക് എന്താ പറയാ? ബുഖാരിയു. ഇമാം ബുഖാരി കേട്ടില്ലേ? ആ, ബുഖാരിയുൻ. അപ്പൊ അൽ ബുഖാറയിൽ ജനിച്ചാണെങ്കിൽ അൽ ബുഖാരിയു എന്നാ പറയുക. അപ്പൊ മക്കത്ത് തന്നെ അല്ലില്ല, അതുകൊണ്ട് എന്ത് ചെയ്യും? മക്കിയുൻ എന്ന് പറയും. അത് സൂറത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് മക്കിയത്തിൻ എന്ന് പറയും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഇതില് പഠിക്കും. എന്തൊക്കെയാണെന്നുള്ള നമുക്ക് ഓൺ ദ വേയിൽ നോക്കാം. ഇതിന് സംബന്ധമായിട്ടുള്ള എക്സസൈസും വരും. ഇതിൽ ഈ നോട്ട്സ് എന്തിനാണ് തന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇത് ബേസ് ചെയ്തിട്ടാണ് പാഠം പഠിക്കേണ്ടത്. നമ്മളിപ്പോ ഇംഗ്ലീഷൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അറിയില്ല കൺസെപ്റ്റ്, ഈ പാഠത്തിൽ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അധ്യാപകനും അറിയില്ല, സ്റ്റുഡൻസിനും അറിയില്ല. അങ്ങനെയല്ല, ഈ നോട്ട്സ് വെച്ചിട്ട് ഇതിൽ ഈ പുസ്തകത്തിൽ അല്ല ഈ പാഠത്തിൽ ഫോക്കസ് ചെയ്യുന്ന വിഷയങ്ങൾ ഇതാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അത് മനസ്സിലായോ എന്ന് മാത്രം നോക്കിയാൽ, ആ പോയിന്റുകൾ മനസ്സിലായോ എന്നാണ് നോക്കേണ്ടത്. നമുക്ക് പാഠം വായിച്ചില്ല. الدرس الثالث المدرس لما تأخرتم يا إخوان. لما تأخرتم يا إخوان എന്ന് അധ്യാപകൻ ചോദിക്കുകയാണ്. എന്താ അർത്ഥം? സഹോദരൻ എന്താണ് ലേറ്റ് ആയത് എന്താണ്? നിങ്ങൾ എന്തുകൊണ്ട് വൈകി? ടെൻസ് അനുസരിച്ച് ഉത്തരം ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഇങ്ങനെയാണ്, നിങ്ങൾ എന്തുകൊണ്ട് വൈകി. കാരണം തഅഖർതും എന്നത് മാവിയാണ്. നിങ്ങൾ എന്തുകൊണ്ട് വൈകി? മലയാളത്തിൽ ശരിക്കും വൈകിയാൽ നിങ്ങൾ വൈകാൻ കാരണം എന്ത് എന്നതാണ് നമ്മൾ ശരിക്കുള്ള പരിഭാഷ, ആശയപരമായ പരിഭാഷ. പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പരിഭാഷ ചെയ്യണമെന്ന് വെച്ചാൽ ആശയപരമായിട്ടുള്ള പരിഭാഷപ്പെടുത്തേണ്ടത് ഗ്രാമർ പരമായിട്ടാണ് പരിഭാഷ. എന്നാൽ നമുക്ക് ഗ്രാമർ മനസ്സിലാവും. ലിമ തഅഖർതും, വൈ ഡിഡ് യു ലേറ്റ്. ശരിക്കും പറഞ്ഞാൽ വൈ ആർ യു ലേറ്റ് എന്ന് ചോദിച്ചാൽ മതി. ഇംഗ്ലീഷ് പറയുമ്പോൾ വൈ ആർ യു ലേറ്റ് എന്നാണ്. പക്ഷെ ആർ യു ലേറ്റ്, വൈ ആർ യു ലേറ്റ് എന്ന് പറഞ്ഞാൽ യു ആർ ലേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വൈകിയവനാണ് എന്നാണ്. അതിൽ ടെൻസ് ഇല്ല, അത് പ്രസന്റ് ആയിട്ടാണ് പറയുന്നത്. വൈ ആർ യു ലേറ്റ്. ഇവിടെ എന്താ? ലിമത്തെ അഖർത്തും, വൈ ഡിഡ് യു ലേറ്റ് എന്നാണ്. എന്തുകൊണ്ട് നിങ്ങൾ വൈകി. അപ്പോ അസ്സുബൈർ, ശ്രദ്ധിക്കുക, അസ്സുബൈർ നമ്മൾ പഠിക്കാൻ പോവാണ്. കാരണം എന്താ? അസ്സുബൈർ എന്നുള്ള അതിലുള്ള നാമമാണ്, അതിലുള്ള നാമമാണ്. അപ്പൊ സുബൈർ പറഞ്ഞു ലിഅന്നൽ മത്അമ ഫുതിഹൽ യൗമ മുതഅഖിറൻ. അപ്പൊ തഅഖറയുടെ എന്താണ്? ഇസ്മുൽ ഫാഇലാണത് മുതഅഖിറുൻ. തഅഖറ തെറ്റായി, സബ്ബഹ മുസബ്ബിഹുൻ. അതും പഠിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി വരും. ലിമ തഅഖർതും ലിഅന്നൽ മത്അമ ഫുതിഹൽ യൗമ മുതഅഖിറൻ. എന്തായിരിക്കും അർത്ഥം? ക്യാൻറ്റീൻ തുറക്കാൻ വൈകിയത് കാരണം. ഇവിടെ ക്യാൻറ്റീൻ ആണ്. കാരണം ഹോസ്റ്റലിലായതുകൊണ്ട്, കോളേജ് യൂണിവേഴ്സിറ്റിയിലായതുകൊണ്ട് യൂണിവേഴ്സിറ്റി ക്യാൻറ്റീനാണ്. ലിഅന്നൽ മത്അമ ഫുതിഹൽ യൗമ, തുറക്കപ്പെട്ടു, അൽ യൗമ മുതഅഖിറൻ, ലേറ്റ് ആയിട്ടാണ് തുറക്കപ്പെട്ടത്. അപ്പോൾ ലിഅന്നൽ മത്അമ ഫുതിഹ, തുറക്കപ്പെട്ടു, അൽ യൗമ മുതഅഖിറൻ, ലേറ്റ് ആയിട്ട്. അപ്പൊ ഫുതിഹ എന്ന് പറഞ്ഞപ്പോൾ എന്തായി? മജ്ഹൂലാണ്, തുറക്കപ്പെട്ടു. ശരിക്കും എന്താ അർത്ഥം? അവൻ തുറക്കപ്പെട്ടു എന്നാണ്. അപ്പൊ ഈ അവൻ എന്നത് ഏതിനെ സൂചിപ്പിക്കുന്നതാണ്? തൊട്ട് മുമ്പ് പറഞ്ഞ നാമത്തെ സൂചിപ്പിക്കും. അപ്പൊ നമ്മൾ ഒരു ക്രിയ എടുത്താൽ ആ ക്രിയയിൽ ഒരു പ്രോനോൺ ഉണ്ടെങ്കിൽ ആ പ്രോനോൺ ജസ്റ്റ് ബിഫോർ ആയിട്ടുള്ള നൗണിനെ സൂചിപ്പിക്കുന്നതായിരിക്കും. പ്രോനൗൺ വേറൊന്നിലേക്ക് മടങ്ങണം എന്നാണ്. അങ്ങനെയാണ് ഈ ഗ്രാമറിന്റെ യൂസ് ചെയ്യുന്നത്.
ഒരു ലമീർ വന്നാൽ, സർവനാമം വന്നാൽ അത് എങ്ങോട്ട് മടങ്ങണം? അതിനെ മാച്ച് ചെയ്യുന്ന തൊട്ട് മുമ്പുള്ള നാമത്തിലേക്ക്. ഫുത്തിഹ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ളത് ഹുവയാണ്. അപ്പൊ ഹുവ എന്നത് മടങ്ങുക മത്താമിലേക്കാണ് മടങ്ങുക. വേറെ ഒരു നാമവും ഇല്ലല്ലോ, അത് വേറെ കാര്യം. അപ്പൊ ഈ മത്താമാണ് എന്ത് ചെയ്ത് തുറക്കപ്പെട്ടത്. അന്നൽ മത്താമ, അന്ന ഒന്നുകൊണ്ട് മത്താമിന് നെസ്ബ് കൊടുത്തു. ഫുത്തിഹൽ യൗമ മുതഅഖിറ. അൽ മുദരിസ് മത്താ ഫുത്തിഹ? ചോദ്യം, മത്താ ഫുത്തിഹ, എപ്പോഴാണ് അത് തുറക്കപ്പെട്ടത്? അല്ലെങ്കിൽ അവൻ തുറക്കപ്പെടുന്നതാണ്. ഇവിടെ അവൻ എന്നുള്ളത് മത്താമിലേക്ക് മടങ്ങുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവൻ ഇല്ലാത്തതുകൊണ്ട് അത് എന്ന് പറയുന്നത്. ഫുത്തിഹ, മത്താ ഫുത്തിഹ, എപ്പോഴാണ് തുറക്കപ്പെട്ടത്? ഫുത്തിഹ അസ്സാഅത അസ്സാദിസത. നമ്മൾ മഫ്ഊൽ ഫീഹി പഠിച്ചില്ലേ കഴിഞ്ഞ പ്രാവശ്യം? പഠിച്ചോ? മഫ്ഊൽ ഫീഹി. മഫ്ഊൽ എന്തുണ്ട്? മഫ്ഊൽ എന്ന് പറഞ്ഞാല് വിവിധ ഇനം മഫ്ഊൽ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരു ഇനമാണെന്ത്? അൽ മഫ്ഊൽ ഫീഹി. എവിടെ വെച്ചാണ് ചെയ്തത്, അതിനാണ് നമ്മൾ ലർഫ് എന്ന് പറയുന്നത്. സ്ഥല കാല സംബന്ധിയായ പദം എന്ന് പറയും. അപ്പം സ്ഥലത്തെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ അതിനെന്ത് പറയും? മഫ്ഊൽ ഫീഹി എന്ന് പറയും. അപ്പൊ എന്താണ് ഫുത്തിഹ? അതേപോലെ സമയത്തെ സൂചിപ്പിക്കുന്നത്. ഫുത്തിഹ സഅത അസ്സാദിസ. എന്താണ് ലർഫ് എന്ന് പറയും? ലർഫ് എന്ന് പറയും. അപ്പൊ എന്താണ്? ഫുത്തിഹ തുറക്കപ്പെട്ടു അസ്സാഅത അസ്സാദിസ. ഇപ്പൊ തുറക്കപ്പെട്ടു. സാഅത്തിന് നെസ്ബ് വരാൻ കാരണം അത് എന്തായാലും സമയത്തെ അല്ലെങ്കിൽ സ്ഥലത്തെ സൂചിപ്പിക്കുന്നു. നമ്മുടെ സമയത്തെ സൂചിപ്പിക്കുന്നു. സാഅത സാദിസത. എന്താ അർത്ഥം? സാദിസത്ത് എന്ന് പറഞ്ഞാൽ 6th എന്നാണ്. 6th അവറിലാണ് തുറക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ സമയം സൂചിപ്പിക്കുന്ന അങ്ങനെയാണ് പറയുന്നത്. അസ്സാഅതു സാദിസത്തു, 6 o'clock. അപ്പൊ 6 മണിക്കാണ് തുറന്നത് കേട്ടോ. റെസ്റ്റോറന്റ് 6 മണിക്ക് തുറന്നു. അല്ല, മറ്റേ ക്യാൻറ്റീൻ. അൽമുദരിസ് മത്താ യുഫ്തഹു കുല്ല യൗമിൻ. മത്താ യുഫ്തഹു കുല്ല യൗമിൻ. നമുക്കറിയാം യഫ്തഹു എന്നത് ഹാബിച്വൽ ആക്ഷനെ സൂചിപ്പിക്കുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അപൂർണ ക്രിയ ഹാബിച്വൽ ആക്ഷനെ സൂചിപ്പിക്കുന്നു. അതേപോലെയാണ് ഇവിടെ ചോദിക്കുന്നത്, മത്താ യുഫ്തഹു, എപ്പോഴാണ് തുറക്കപ്പെടാറുള്ളത്? കുല്ല യൗമിൻ, എവിടെ? അപ്പൊ മജ്ഹൂലായപ്പോഴും എന്തായി? അതങ്ങനെ തന്നെ ഉപയോഗിച്ചു. യുഫ്തഹു, എപ്പോഴാണ് തുറക്കപ്പെടുക? ഇതെല്ലാം എന്താണ്? നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞതുകൊണ്ട് അതിലേക്ക് മടങ്ങുന്നതാണ് ഇതിന്റെ സർവനാമങ്ങൾ. ജാബിർ, യുഫ്തഹു الساعة السادسة إلا ربع. إلا ربعا. അപ്പൊ നമ്മൾ റുബ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു. ഇല്ലാ റുബ ഇംഗ്ലീഷ് പറയുമ്പോ 5:45. quarter to 6. അല്ല, quarter to, അതെ, സാദിസത്ത്, അതെ, quarter to 6 എന്ന് പറയുന്നത് അതേ രീതിയിലാണ് ഇല്ലാ റുബ ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ 3:45. 5:45. 5:45 എല്ലാ ദിവസവും തുറക്കുക. അൽമുദരിസ് ജിൽസു അഫ്തഹുൽ കിതാബ്. Sit down, sit down. Open your book. Iftahu al-kitab. Open your book. Open the book. Open the book. എന്ന് പറഞ്ഞില്ലല്ലോ. Open the book. അയിന കിതാബുക യാ ഇദ്രീസു. അയിന കിതാബുക യാ ഇദ്രീസു. അപ്പൊ ഇവിടെ നമ്മൾ നിദാ പഠിക്കുകയാണ്. നിദാ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. യാ ഇദ്രീസു. ഇദ്രീസ് വന്നപ്പോ യാ ഇദ്രീസു. അയിന കിതാബുക യാ ഇദ്രീസു. Where is your book, Idris? Where is your book? Idris. Suriqa kitabi ya ustadu. സൂര്യക. അപ്പൊ എന്താണ്? സറക, മോഷ്ടിച്ചു. സൂര്യക മോഷ്ടിക്കപ്പെട്ടു. ഈ സറക എന്ന വാക്ക് ഖുർആനിൽ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതിന്റെ ഏതെങ്കിലും രൂപഭേദങ്ങൾ? വായിച്ചിട്ടില്ല. ഖുർആൻ ഇതുവരെ നോക്കി വായിക്കാൻ തുടങ്ങിയില്ല.
അസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐദിയഹുമ. പിന്നെന്താണ്? ബുക്കിൽ ഞാൻ യൂസുഫിലുണ്ട് യാ അയ്യത്തുഹൽ ഐറു ഇന്നക്കും ലസാരിഖൂൻ. അപ്പൊ സറക്ക മോഷ്ടിച്ചു, സുരിഖ മോഷ്ടിക്കപ്പെട്ടു. സുരിഖ മോഷ്ടിക്കപ്പെട്ടു. കിതാബി എന്ന പുസ്തകം. സുരിഖ സറക്കാണ്ട് ഏതാ ബാബ ഏതാണ്? സറക്ക സറക്ക യസ്രിഖു. യസ്രിഖു. സറക്ക യസ്രിഖു. ഏത് പാടായി? അറബിയ വെരികു. ഓക്കെ. അപ്പൊ എന്തായി? സുരിഖ കിതാബി. സുരിഖ മോഷ്ടിക്കപ്പെട്ടു. കിതാബി എന്ന പുസ്തകം, എന്റെ പുസ്തകം മോഷ്ടിക്കപ്പെട്ടു. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ മൈ ബുക്ക് ഹാസ് ബീൻ സ്റ്റോളൻ എന്ന് പറയും. അപ്പൊ അവിടെ സ്റ്റോളൻ ബൈ ഒക്കെ ഉപയോഗിക്കാം. അറബിയില് ബൈ ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ അങ്ങനെ ഓപ്ഷൻ ഇല്ല. എന്റെ പുസ്തകം മോഷ്ടിക്കപ്പെട്ടു. അപ്പൊ സബ്ജക്റ്റ് ഈസ് കംപ്ലീറ്റ്ലി അൺനോൺ ഇൻ അറബിക്. അതില് സബ്ജക്റ്റ് പൂർണ്ണമായിട്ടും എന്താണ്? അറിയപ്പെടാത്തതാണ്. കർത്താവ് അറിയപ്പെടാത്ത ക്രിയക്കാണ് മജ്ഹൂൽ എന്ന് പറയും. ജാഹിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ. എന്തായിരുന്നു ജാഹിൽ? അറിയാത്തവൻ, അറിവില്ലാത്തവൻ. അറിവില്ലാത്തവൻ. ജാഹിൽ പല അർത്ഥമുണ്ട്. അതിലൊരർത്ഥം മാത്രമേ അറിവില്ലാത്തവൻ. അപ്പം അറിയപ്പെടാത്തതെന്ന് പറഞ്ഞാൽ അൽ മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്തത്. ഷേലിൽ മജ്ഹൂൽ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റാണ് ഷേല് മാറൂഫ്. അൽ ഷേലിൽ മാറൂഫ്, കർത്താവ് അറിയപ്പെട്ട ക്രിയ. അപ്പൊ സുരിഖ കിതാബി, എന്റെ പുസ്തകം മോഷ്ടിക്കപ്പെട്ടു. യാ ഉസ്താദു, അതെ എന്റെ പുസ്തകം മോഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ആഗ്രഹിച്ചു. സുരിഖ കിതാബുക്ക, സുരിഖ കിതാബുക്ക. അപ്പൊ അത് ശ്രദ്ധിച്ച് വായിക്കുക. നമ്മൾ നേരത്തെ വായിച്ചപ്പോൾ ഈ കർമ്മണി പ്രയോഗം വന്നപ്പോൾ മത്ത അല്ല, അതിന്റെ മുമ്പ് എന്താ പറഞ്ഞു? അൽ മത്അം, ഇന്നൽ മത്അമ ഫുതിഹ. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് ഈ പാഠപുസ്തക പരമ്പര എന്ന് പറഞ്ഞാൽ അറബി പഠിപ്പിക്കാൻ വേണ്ടിയുള്ള വെൽ ഓർഗനൈസ്ഡ് ആണ്. അതായത് വളരെ അടുക്കി ചിട്ടയുമായിട്ട് തയ്യാറാക്കിയിരിക്കുന്നു. അപ്പം ഫുതിഹ എന്ന് പറഞ്ഞാൽ കർമ്മത്തെ മോഷ്ടിക്കപ്പെട്ട വസ്തുവിന് എന്ത് അടയാളം കൊടുക്കണം എന്ന് ആദ്യം പഠിപ്പിക്കുന്നില്ല ഇവിടെ. കാരണം ഇന്ന വന്നുകൊണ്ട് മത്താമിന് പത്രം കൊടുത്തു. അപ്പം ഫുതിഹ കഴിഞ്ഞാൽ ക്രിയയ്ക്ക് കർത്താവിന് എന്ത് അടയാളം വരുന്ന എന്നുള്ള പ്രസക്തി ഇന്നൽ മത്താമ ഫുതിഹ എന്ന് വിളിക്കും. അപ്പൊ എന്ത് ചെയ്തു? ആദ്യം കർമ്മണി പ്രയോഗം അങ്ങ് പഠിപ്പിക്കുകയാണ്. ഫുതിഹ, തുറക്കപ്പെട്ടു. ഇന്നൽ മത്താമ ഫുതിഹൽ യൗമ മുതഅഖിറ, ഏറ്റവും തുറക്കപ്പെട്ടു. അപ്പൊ അതിന്റെ ശരിക്കും എന്താണ്? തുറക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മത്താം ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് ഉള്ളത്. മത്താമാണ് തുറക്കപ്പെട്ടത്. അതെ, ആണ് പറയാനായിട്ടില്ല. അതാ പറയുന്നത്. നിങ്ങൾ നേരത്തെ ഇവിടെ പഠിച്ചിട്ട് വന്നുകൊണ്ട് പറയുന്നു മാത്രം. പഠിക്കാത്ത ഞങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് മനസ്സിലാവണ്ടേ? അപ്പൊ അതിന് എന്ത് അടയാളം കൊടുക്കണമെന്ന് അവിടെ പറയുന്നില്ല. പ്രസക്തമല്ലാത്ത രീതിയിലാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത് വന്നപ്പോ എന്ത് പറഞ്ഞു? ഫുതിഹ അസ്സാഅത്ത സാദിസത, പിന്നീട് നമീറാണ് എന്റെ കർത്താവ്. അപ്പോൾ അടയാളം പ്രസക്തമാകുന്നില്ല. അപ്പൊ മത്താ യുഫ്തഹു എന്ന് ചോദിച്ചു, അപ്പോഴും സർവനാമമാണ് കർത്താവ്. പിന്നീട് യുഫ്തഹു അസ്സാഅത്ത അസ്സാദിസത എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ പറയാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട്. ഫുതിഹ എന്ന് പറഞ്ഞപ്പോൾ തുറക്കപ്പെട്ടു. അപ്പൊ അതിന്റെ മുളാരിയാണ് യഫ്തഹു. ഫതഹയുടെ മുളാരിയാണ് യഫ്തഹു. യഫ്തഹുന് എന്ത് ചെയ്തു? യുഫ്തഹു എന്നാക്കി. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ അവിടെ നമ്മൾ 4 ഭാഗം കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഫതഹ എന്ന് പറഞ്ഞാലും, ഫതഹ എന്ന് പറഞ്ഞാൽ ഫുതിഹ. അപ്പോ ഫതഹ ഫുതിഹ. അതേപോലെ സമിഅ ആണെങ്കിലും സുമിഅ.
ഫതഹയ്ക്ക് മധ്യത്തിൽ ഫതഹാണ്, അപ്പൊ ഫുത്തിഹ എന്നാക്കി. സെമിയാണെങ്കിൽ സെമിയയ്ക്ക് മധ്യത്തിൽ നേരത്തെ തന്നെ കസറുണ്ട്, അപ്പോഴ് അത് കർമ്മണി പ്രയോഗമാക്കുമ്പോ സുമിയ. അപ്പോ ഫതഹ യഫ്തഹു, അപൂർണക്രിയ യഫ്തഹു എന്ന് വന്നു, അപ്പോ അതിനെ യുഫ്തഹു എന്നാക്കി. ഇവിടെ യുഫ്തഹു ഉപയോഗിച്ചിട്ടുണ്ട്, മത്താ യുഫ്തഹു. അതേപോലെ അറബ യളിരിബു എന്ന് വന്നു. യളിരിബു എന്ന് വന്നാലും യുളറബു എന്നാണ്. യുളറബു. നസറ യൻസുറു എന്ന് വന്നു. യൻസുറു എന്ന് വന്നാലും യുൻസറു എന്നാണ്. അപ്പൊ സെമിയാളുടെ ഏത് അവസ്ഥ യുസ്മിയാവെന്ന് പറയല്ലേ? എന്തേ സെമിയാളുടെ സെമിയ യുസ്മിയാവെന്ന് സമിയ പറയും. സുമിയ, വേറെ ഒന്നുമില്ല. സമിയ സുമിയ, യസ്മഉ യുസ്മഉ. അല്ല, അപ്പൊ യസ്മാവ് എന്നുള്ള യസ്മഉ യുസ്മഉ, അതായത് പൂർണ്ണക്രിയയില് മധ്യത്ത് എന്തടയാളമാണെങ്കിലും എന്ത് ചെയ്യണം? ഫുത്തിഹ പോലെയാണ് ആക്കേണ്ടത്. മധ്യത്ത് കസറിടുക, ആദ്യത്തിനുള്ള കൊടുക്കുക. ഫുത്തിഹ, സമിയ സുമിയ, നസറ നൂസിറ, ആ ലറബ ലുരിബ. 4 ബാബല്ലേ നമ്മൾ പഠിച്ചത്. ഇവിടെ ചിലപ്പോൾ അതിൽ കൂടുതൽ വന്നേക്കാം, പക്ഷെ 4 ബാബിലും നമ്മൾ ആ പഠിച്ചത് ഒന്നുകൂടെ ഓർക്കുക. അപൂർണക്രിയ വരുമ്പോൾ യഫ്തഹു, ഫതഹ യഫ്തഹു, മധ്യത്ത് ഫതഹാണുള്ളത്, അതിനെന്താക്കുന്നു? ഫുത്തിഹ എന്നാകുന്നു. ലറബ വന്നപ്പോൾ ലറബ യളിരിബു എന്നാണ്. യളിരിബു ആയാലും എന്ത് ചെയ്യണം? ഫുത്തിഹ ഫുത്തിഹ തന്നെ. അപ്പൊ യളിരിബു എന്നുള്ളത് യുളറബു. ഫുത്തിഹ യഫ്തഹു എന്നുള്ളത് യുഫ്തഹു ആക്കിയതുപോലെ യളിരിബു എന്നുള്ളതിന് യുളറബു. മധ്യത്ത് ഫതഹാണ് എപ്പോഴും. അപൂർണക്രിയയുടെ അക്ഷരത്തിന് യളിരിബു യഫ്തഹു എന്നുള്ളതിന് എന്താകുന്നു? യു ആക്കുന്നു. യുളറബു, മധ്യത്തിന് ഫതഹാണുള്ളത്. പൂർണ്ണക്രിയയിലെ മധ്യത്ത് കസർ കൊടുക്കുക, അപൂർണക്രിയയുടെ മധ്യത്ത് ഫത കൊടുക്കുക, ഇത്രേ ഉള്ളൂ. മറ്റേത് പൂർണ്ണക്രിയയിൽ ആദ്യത്തേന് ലംബം കൊടുക്കുക, അപൂർണക്രിയയിൽ ആദ്യത്തെ അക്ഷരത്തിന് ലംബം വരുമ്പോഴത്തേക്ക് അവിടെ അപൂർണക്രിയക്ക് വേണ്ടി ചേർത്ത അക്ഷരത്തിനായിരിക്കും ലംബം വരിക. ഉസ്താദ് ഇപ്പൊ പറഞ്ഞപ്പോഴേ ഇവിടെ ഫുത്തിഹ എന്നൊക്കെ പറഞ്ഞപ്പോഴും ഇത് എന്ത് പറഞ്ഞപ്പോഴും അത് പറഞ്ഞത് എന്താ വെച്ചാൽ അതിന്റെ സർവനാമാണ് അതിന്റെ കർത്താവ് എന്നല്ലേ പറഞ്ഞത്. അതെ, ഇത് ന്യായല്ലേ ഇവിടെ വരിക കർത്താവായിട്ട്? ഇവിടെ മത്തകം അല്ലേ വരിക? നായിബായിന്റെ കാര്യം നമ്മൾ പറഞ്ഞോ? ഇല്ല, ഞാൻ ചോദിക്കട്ടെ, ഫുത്തിഹ എന്ന് അല്ല, പറഞ്ഞപ്പോ നമ്മൾ നായിബുൽ ഫായിലിന്റെ കാര്യം നമ്മൾ പറഞ്ഞോ? അല്ല, ഞാൻ ചോദിക്കുകയാണ്. അല്ല, പറഞ്ഞിട്ടില്ല ഉസ്താദെ. നായിബ് അപ്പൊ ഫായിൽ നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചു? അല്ല, സർവനാമ അല്ലല്ലോ പറയപ്പോ പറയും. ഫുലാകുമ്പം. അത് ഞാൻ ചോദിക്കുന്ന അതാണ്. അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി നായിബ് ഫായിൽ എന്ന് പറയുന്ന സംഭവം? അല്ല, അത് വിടും ഉസ്താദെ, അതിനെ പിടിക്കല്ലേ. അതല്ല ഈ ഫുത്തിഹ എന്ന് പറയുമ്പോഴേ അവൻ അവിടെ പ്രസക്തി ഇല്ലല്ലോ. അവൻ അല്ല, പിന്നെന്തിനാ കർത്താവിന് അതായത് ഓക്കെ, മജ്ഹൂലാകുമ്പോഴും തുറക്കപ്പെട്ടു, അവൻ തുറക്കപ്പെട്ടു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ആരാണ് കർത്താവെന്നോ ആരാണ് കർമ്മമെന്നോ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് പിൻവലിച്ച്, കർത്താവ് എന്ന വാക്ക് പിൻവലിച്ച്. അന്ന മത്തകമ ഫുത്തിഹ എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഇവിടെ മത്തകമല്ലേ ഇവിടുത്തെ ഇത് വരുന്നത്? അതെ, തുറക്കപ്പെട്ട മറ്റാമായിക്കോട്ടെ. നമ്മളിപ്പം അതിന്റെ അടയാളത്തെ കുറിച്ചാണ് പറയുന്നത്. ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ മത്താമിലേക്ക് പോകും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നോക്കുക. പറഞ്ഞപ്പോ പറഞ്ഞു മത്താ ഫുത്തിഹ എന്ന് പറഞ്ഞെടുത്ത് ഫുത്തിഹ തുറക്കപ്പെട്ടു, അത് തുറക്കപ്പെട്ടു. അത് എന്നത് നേരത്തെ പറഞ്ഞ മത്താമിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? ആയിക്കോട്ടെ. അങ്ങനെ പറഞ്ഞല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ കർത്താവിനെ എന്ന് പറഞ്ഞത് തെറ്റിപ്പോയി, അത് ഞാൻ തിരിച്ചെടുത്തു. ഓക്കെ, ഇപ്പൊ എന്താണ്? കർമ്മമാണ് യഥാർത്ഥത്തിലുള്ളത്. മറ്റാം ആരെങ്കിലും പറഞ്ഞപ്പോ മറ്റാം പിന്നെ സെർവന്റ് തുറന്നു, ഫതഹ ഖാദിമുൽ മഫ്തഅൽ മത്അമ എന്നാണ് പറയേണ്ടത്, അല്ലേ? അപ്പൊ മത്അം എന്താണ്? മത്അം കർമ്മത്തിന്റെ സ്ഥാനത്താണുള്ളത്, കർമ്മത്തിന്റെ സ്ഥാനത്താണുള്ളത്. പക്ഷെ അവിടെ ഖാദിമിനെ പറയുന്നില്ല, ജോലിക്കാരനെ പറയുന്നില്ല. ജോലിക്കാരൻ അല്ലെങ്കിൽ എന്താണ് ഹാരിസ്, സെക്യൂരിറ്റി ഗാർഡ് വന്നിട്ടായിരിക്കും ചിലപ്പോൾ തുറക്കുക. അപ്പം അയാൾ പറയുന്നില്ല ആരാണ് തുറന്നത് എന്ന് പറയുന്നില്ല. അപ്പോ യഥാർത്ഥത്തിൽ തുറന്നത് മറ്റാമിനെയാണ്. അപ്പൊ മറ്റാം എന്താണ്? കർമ്മത്തിന്റെ സ്ഥാനത്താണ് ഉള്ളത്. പക്ഷേ അത് ഏത് രീതിയിലാണ് അവതരിപ്പിക്കുക എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
അപ്പൊ ഈ മത്താമിന്റെ മത്താമിന്റെ അടയാളം എന്തായിരിക്കും എന്നതാണ് ഒരു പ്രധാന വിഷയം. അതെ അതെ ഫതഹ ഖാദിമുൽ മത്അമ എന്ന് പറഞ്ഞാൽ ജോലിക്കാരൻ വന്ന് എന്ത് ചെയ്തു? ഫതഹൽ ആമിലു അൽ മത്അമ, ജോലിക്കാരൻ റെസ്റ്റോറന്റ് തുറന്നു എന്നാണ് ശരിക്കും പറയേണ്ടത്. അപ്പൊ ആമിലിനെ ഒഴിവാക്കി. ആമിലിനെ ഒഴിവാക്കിയാൽ മത്അമ എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഇന്ന വന്നുകൊണ്ടാണ് മത്അമിന് അവിടെ ഫതഹ വന്നത്, ഇന്നൽ മത്അമ. അതിനാണ് ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഓർഗനൈസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ആദ്യം തന്നെ ഈ അടയാളത്തിനെ കുറിച്ച് നിങ്ങൾ ന്യായഭിപ്രായമൊക്കെ ഓർമ്മോ പഠിക്കുന്നു വന്നിരിക്കുക. അത് പഠിക്കുന്നത് നമ്മൾ പഠിക്കാത്ത കുട്ടികളാണ്. നമ്മൾ പുതുതായിട്ട് അറിവ് പഠിക്കുകയാണ്. അപ്പൊ എന്താ പറയും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപൂർണ ക്രിയ എങ്ങനെ കർമ്മണ പ്രയോഗമാക്കാം എന്ന് പറഞ്ഞു. അപ്പം യദ്രിബുവിന്റെ കർമ്മണ പ്രയോഗം എന്തായിരിക്കും? യുളറബു. യുളറബു. യസ്മഉവിന്റെ യുസ്മിഉ. യുസ്മഉ. യൂസ്മ. ഓക്കെ, ഒറ്റ ഫോമേ ഉള്ളൂ. അതായത് ഏത് ബാബായിരുന്നാലും സുലാസി മുജറദ്, അതായത് മൂന്നക്ഷരമുള്ളതും അതേപോലെ കൂടുതലുള്ളതായി ദുർബലാക്ഷരം ഇല്ലാത്തതുമായ ക്രിയകൾ ഒരു ഫോർമാറ്റ് ഹംസ് ഇല്ലാത്തത് കേട്ടോ. ഹംസ് ഷദ് ഇവയൊന്നും ഇല്ലാത്തതിന് ഒരു ഫോർമാറ്റേ ഉള്ളൂ. അപ്പൊ എന്ത് എന്താണ് കാതയോ? ഏത് കാത? ഇത് യുക്കാതു. നിങ്ങൾ അവിടെയാണ് പ്രശ്നം. അതായത് ഞാൻ പറയുന്നത് സുലാസി മുജറദ്, അത് ഹംസ് ഇല്ലാത്തത്, ഷദ് ഇല്ലാത്തത്, ദുർബലാക്ഷരം ഇല്ലാത്തത്. അവിടെ നിക്ക്. പിന്നെ ബാക്കി പിന്നെ പറയാം. അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? എന്താണ് ഇത് ഇപ്പൊ തന്നെ പഠിച്ചല്ലോ, കഴിഞ്ഞ പാഠത്തിൽ തന്നെ. ഓക്കെ വന്നിട്ടുണ്ടോ? അത് വന്നിരിക്കാൻ സാധ്യതയില്ല. കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചില്ലേ? ഒന്നാമത്തെ പാഠം, രണ്ടാമത്തെ പാഠത്തില് എന്താ പഠിച്ചത്? ഉണ്ടോ? ഏതിലിപ്പോ പഠിച്ചത് നമ്മളല്ലോ? ഇതിലാവൂലേ? അല്ല, അത് മറ്റതിലാണ്. നിങ്ങളെ എനിക്കറിയാൻ വയ്യ. നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ ഖുർആനിലാണ്, അത് അനാമിലാണ്. തെറ്റി പറഞ്ഞതാണ്. അങ്ങനെ പറയും. വേറെ ഒന്നിലും ഇല്ല. എല്ലാം കൂടി കൺഫ്യൂഷൻ ആയി. ഇതിന് വരുമ്പോ നമ്മൾ ഈ ഓർഡറിലേ പോവുള്ളൂ. അതിന് വരുമ്പോ എന്ത് ചോദിച്ചാലും പറഞ്ഞത്. കാരണം അതിന് പിന്നീട് നമ്മൾ വേറെ സ്ഥലത്ത് പഠിക്കുന്നില്ല. അങ്ങനെ ഇതിന് വരുമ്പോ ഇതിന്റെ ഓർഡർ ഇതാണ്. ഇവിടെ നമ്മൾ ദുർബലാക്ഷരം പഠിക്കാറായിട്ടില്ല. അത് പറയും, ഇതിൽ തന്നെ ഉണ്ട്. ഈ പാഠത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞത് ഇനി ഒരു ഓർഡറിൽ പോവുകയാണ്. അപ്പൊ ഇവിടെ വന്നപ്പോഴും ഇനി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. യുഫ്തഹു ഇവിടെ ലമീറാണ്. അപ്പൊ യുഫ്തഹു ആദ്യം തുറക്കപ്പെടും. അവിടെ അടയാളം എന്ത് ചെയ്യുന്നില്ല, പ്രസക്തമല്ല. ഇജ്ലിസു വഫ്തഹു കിതാബ് അയിന കിതാബ് ഇജ്ലിസു. അപ്പൊ സൂര്യക്ക കിതാബി എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ സൂര്യക്ക കഴിഞ്ഞിട്ട് കിതാബിന്റെ അടയാളം പ്രസക്തമല്ലാത്ത രീതിയിലാണ് അവിടെ വന്നിരിക്കുന്നത്. കാരണം യാതൊരു ചേർത്തു. അപ്പൊ പിന്നെ എന്ത് അടയാളം എന്നുള്ളത് അപ്പോഴും പ്രസക്തമല്ല. സൂര്യക്ക കിതാബി, എന്റെ പുസ്തകം മോഷ്ടിക്കപ്പെട്ടു, യാ ഉസ്താദ്. അടുത്ത ഇതിലാണ് പറയുന്നത് സൂര്യക്ക കിതാബുക്ക, നിന്റെ പുസ്തകം മോഷ്ടിക്കപ്പെട്ടു വന്നോ? അയിന, എവിടെ, എപ്പോൾ, എവിടെ? അപ്പൊ സൂര്യക്ക കിതാബുക്ക, സൂര്യക്ക മോഷ്ടിക്കപ്പെട്ടു. എന്ത് മോഷ്ടിക്കപ്പെട്ടു? കിതാബുക്ക. ഇത് ഏതുപോലെ എന്ന് ചോദിച്ചാല് നമ്മൾ പറയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതാണ് എന്ന് പറയും. പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതാണെന്ന് പറയാൻ പറ്റുമോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതാണ് എന്ന് പറയും. ഇന്ന് നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അതേസമയം സ്കൂളിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ
ഇവിടെ സ്കൂൾ ഇന്ന് ഒരു പുതിയ സ്കൂൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അപ്പം മുഖ്യമന്ത്രിയാണ് പറയുന്നത്, മുഖ്യമന്ത്രി ഈ ഒരു പുതിയ വിദ്യാലയം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണെന്ന് പറയാൻ പറ്റും. അതായത് കർത്താവ് പറയുമ്പോ അങ്ങനെ പറയേണ്ട കാര്യമില്ല. അപ്പൊ കർത്താവ് പറയും. ഞാൻ ചോദിക്കുന്നതിന് മാത്രം സമാധാനം പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റില്ല ഒരാൾ. അതേസമയം മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഒരു വിദ്യാലയം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞാൽ മുഖ്യമന്ത്രി പുതിയ ഒരു വിദ്യാലയം ഉദ്ഘാടനം ചെയ്യുകയാണ് എന്ന് പറയും, അല്ലെ? അപ്പൊ വിദ്യാലയം തുറക്കപ്പെടുകയാണ്, ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അപ്പോ മുഖ്യമന്ത്രി ഒരു വിദ്യാലയത്തെ തുറക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മുഖ്യമന്ത്രി ഒരു വിദ്യാലയത്തെ തുറക്കുകയാണ്, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റിനെ തുറക്കുകയാണ് എന്ന് പറയും. അതേസമയം റെസ്റ്റോറന്റ് മാത്രമാണ് ഉണ്ടെങ്കിലോ ഒരു റെസ്റ്റോറന്റ് തുറക്കപ്പെടുകയാണെന്ന് പറയും. ഒരു വിദ്യാലയം തുറക്കപ്പെടുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി വിദ്യാലയം ഉദ്ഘാടനം ചെയ്യുകയാണ്. മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ വിദ്യാലയം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണെന്ന്, അല്ലെ? അതേപോലെ സുരിക കിതാബുക, അപ്പോൾ അവിടെ കർത്താവിന്റെ അടയാളമാണ് ഈ ഒബ്ജക്റ്റിന് കൊടുക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒബ്ജക്റ്റ് അല്ല, കർത്താവ് ഇല്ലെങ്കിൽ കർത്താവിന്റെ അടയാളം ഒബ്ജക്റ്റിന് കൊടുക്കണം. പക്ഷേ അന്നേരം ഇവിടെ കർത്താവാണെന്ന് പറയാൻ പറ്റില്ല, കാരണം അയാളല്ല പണിയെടുത്തത്. സൂര്യക കിതാബുക്ക എന്ന് പറഞ്ഞാൽ കിതാബ് ഫായിലാണെന്ന്, ഫായിലിന്റെ അടയാളം ഇവിടെ കൊടുത്തു, പക്ഷേ കിതാബ് ഫായിലല്ല. അപ്പൊ അതുകൊണ്ട് ഫായിലായതുകൊണ്ടാണ് കിതാബിന്റെ അടയാളം, ഫായിലിന്റെ അടയാളം കൊടുത്തത് എന്ന് പറയാൻ പാടില്ല. മറിച്ച് എന്ത് ചെയ്യണം? അവിടെ നായിബുൽ ഫായിൽ എന്നാണ് പറയുക. നായിബുൽ ഫായിൽ എന്ന് പറഞ്ഞാൽ നായിബുൽ ഫായിൽ എന്ന് പറഞ്ഞാൽ ഫായിലിന്റെ അസിസ്റ്റന്റ് ഒന്നുമല്ല, അത് വേറെ കാര്യം. പക്ഷെ പേരങ്ങനെയാണ്, പേര് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അറബികൾ പണ്ടാരോ അറബി പഠിക്കാൻ നേരത്തെ ചോദിച്ചു മാതാജിലിസം ഫില്ലിസം എന്ന് ചോദിച്ചു. അബ്ദുല്ലാന്നും എഴുതാം, ദേവദാസ് എന്നും എഴുതാം, അതേപോലെ എന്താ പറയാ, അങ്ങനെയൊക്കെ പേരിടാന്ന് പറഞ്ഞു. അതിന്റെ ചോദിച്ചു മാതാജിലിസം ഫില്ലിസം എന്ന്, പേരിൽ എന്താ എഴുതിക്കുന്നത്? അറബി പഠിച്ചിട്ട് അറബി പുതിയതായിട്ട് പഠിച്ചു നമ്മളെ പറഞ്ഞ അറബി എഴുതിക്കൊണ്ടിരണം പറഞ്ഞില്ലേ, അതേപോലെ അറബി പുതിയതായിട്ട് പഠിച്ച ആൾ ചോദിച്ചു മാതാജിലിസം ഫില്ലിസം എന്ന്, പേരിൽ എന്തായിരുന്നു എന്ന് പറഞ്ഞതുപോലെ കിതാബുക്ക എന്ന് പറഞ്ഞാൽ കിതാബ് നായിബുൽ ഫായിലാണ്. അപ്പൊ കർത്താവിന്റെ പകരമെന്നയാളൊന്നുമല്ല. നായിബ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് ആണോ അല്ലെങ്കിൽ പകരമെന്നയാളാണോ? പ്രതിനിധി. പ്രിൻസിപ്പാൾ പ്രിൻസിപ്പാളിന് എന്താ പറയാ, നായിബുൽ മുദിയർ എന്ന് പറയും. അസിസ്റ്റന്റ് എന്താ പറയാ, അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്റർ ഒക്കെ ആണെങ്കിൽ നായിബുൽ മുദിയർ എന്ന് പറയും. അസിസ്റ്റന്റ് മാനേജർ ആണെങ്കിൽ നായിബുൽ മുദിയർ എന്ന് പറയും. അതേസമയം ഇവിടെ സൂര്യ കിതാബ് നായിബുൽ ഫായിൽ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ അസിസ്റ്റന്റ് ഒന്നുമല്ല, ഗ്രാമറിലെ ഒരു ടെർമിനോളജി മാത്രം. അത് ഗ്രാമറിലെ ടെർമിനോളജി മാത്രം, അവിടെ കർമ്മം തന്നെയാണ്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയെങ്കിലേ അതിന്റെ അർത്ഥം കിട്ടുള്ളൂ. സൂര്യ കിതാബുക, നിന്റെ കിതാബ് മോഷ്ടിക്കപ്പെട്ടു വന്നോ? അപ്പൊ കിതാബ് മോഷ്ടിക്കപ്പെട്ടു, കിതാബിനെ വേറെ ആരോ ഒരാൾ മോഷ്ടിച്ചു. ഓക്കെ, അപ്പൊ മോഷ്ടിച്ച ആളിനെ അറിയില്ല, അയാളുടെ പകരമൊരാളൊന്നും അല്ല ഇത്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, തന്മീൻ വരുന്ന സമയത്ത് അവസാനത്ത് തന്മീൻ വരും. തന്മീൻ വരുന്ന സമയത്ത് അവസാനത്തെ അക്ഷരം ദുർബലാക്ഷരം വരുമ്പോൾ ആ ദുർബലാക്ഷരം പോയി കഴിഞ്ഞാൽ തന്മീൻ കളയാൻ പറ്റില്ല. തന്മീൻ തൊട്ട് മുമ്പോൾ തന്നെ കൊടുക്കും. അപ്പം ഹുദായുൻ എന്നാണെങ്കിൽ ഹുദൻ എന്ന് പറയും. അപ്പൊ 10 തന്മീൻ വന്നോളെ. ദാഇയുൻ എന്നാണ് ഉള്ളതെങ്കിൽ ദാഇൻ എന്ന് കൊടുക്കും. അപ്പൊ കെസറിന് തന്മീൻ വന്നോളെ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഫാഇലിന്റെ അടയാളം കളയാൻ പറ്റില്ല, തന്മീൻ കളയാൻ പറ്റാത്തതുപോലെ ഫാഇലിന്റെ അടയാളം കളയാൻ പറ്റും. ഫാഇലിന്റെ അടയാളം അവിടെ അതിന് പകരം ആരാണ് വരുന്നത്, അതിന് സ്ഥാനത്ത് ആരാണ് വരുന്നത്, അടുത്ത ആൾ കൊടുക്കും. പിന്നെ കർമ്മം ഉണ്ടാവും. കർത്താവിന്റെ കർമ്മം അവിടെ ഉണ്ടാവുമല്ലോ, കർമ്മത്തിന് അടയാളം എടുത്തു. അത്രേ ഉള്ളൂ സംഭവം. സുരിക കിതാബുക്ക. മത്തവൈന എവിടെ, എപ്പോൾ, എവിടെ? ഇദ്രീസ്.
സൂര്യക്കൽ ബാരിഹത. അപ്പൊ സൂര്യക്ക, അപ്പൊ നായിബുൽ ഫായില് സർവനാമമാണ്. ഇപ്പൊ നമ്മൾ നായിബുൽ ഫായിലിന്റെ പേര് പഠിച്ചു. അപ്പൊ നായിബുൽ ഫായില് എന്താണ്, അവിടെ സർവനാമമാണ്. സർവനാമത്തിൽ അടയാളമൊന്നും വരുത്താത്തതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. സൂര്യക്ക അൽ ബാരിഹത, അത് മോഷ്ടിക്കപ്പെട്ടത് അൽ ബാരിഹത. എന്താ അർത്ഥം ബാരിഹത്ത്? ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ്. മിൻ ഗുർഫത്തി, അയിന എന്ന് പറഞ്ഞല്ലോ. മിൻ ഗുർഫത്തി, ഫ്രം മൈ റൂം. വഅന ഗായിബുൻ അൻഹാ, നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ ഗായിബുൻ അൻഹാ. ഞാൻ നേരത്തെ പറഞ്ഞു അൻഹാ എന്നൊരു സർവനാമമുണ്ട്. ആ സർവനാമം അതിനോട് മാച്ച് ചെയ്യുന്ന തൊട്ട് മുമ്പുള്ള നാമത്തിലേക്ക് മടങ്ങണം. അപ്പൊ അൻഹ എന്ന് പറഞ്ഞത് ഹിയയാണ്. ഹിയ ഗായിബിലേക്ക് പോകില്ല, അനയിലേക്ക് എന്തായാലും പോകേണ്ടതില്ല. ഇതാണ് ആണ് പറയുന്നത്. അപ്പം പിന്നുള്ളത് ഗുർഫത്താണ്. ഗുർഫത്ത് സ്ഥിരമായതുകൊണ്ടാണ് അൻഹ. ഐ ഹാവ് ബീൻ അവേ ഫ്രം ദാറ്റ് എന്നാണ് നമുക്ക് മലയാളം ഇംഗ്ലീഷിൽ പറയുക. ഐ വാസ് നോട്ട് ദർ, നോട്ട് പ്രസന്റ് ദർ. ഞാൻ അവിടെ സന്നിഹിതനല്ലായിരുന്നപ്പോൾ. അന ഗായിബുൻ, വാവുൽ ഹാൽ, അൻഹ. വസുരിഖത്ത്, അപ്പോൾ സുരിഖത്ത് എന്ന് പറഞ്ഞപ്പോൾ നായിബുൽ ഫാഇൽ ആരാണെന്ന് നോക്കണം. സുരിഖത്ത് മാഹു അഷിയാഉ, അഷിയാഉ. അപ്പോ ഒന്നാമത്തെ പോയിന്റ്, ആ അടയാളം നായിബുൽ ഫാഇലിന് കൊടുക്കണം എന്ന് പറഞ്ഞു. മഫ്ഊലിന് കൊടുക്കണം എന്ന് പറഞ്ഞു. അതായത് ഒബ്ജക്റ്റിനാണ് കർത്താവിന്റെ അടയാളം കൊടുക്കേണ്ടത്, എന്നിട്ട് അതിനെ നായിബുൽ ഫാഇൽ പേരും കൊടുക്കും. അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ പറയുക നായിബുൽ ഫാഇൽ എന്ന്. ഇവിടെ നായിബുൽ ഫാഇൽ അഥവാ കർമ്മം മോഷ്ടിക്കപ്പെട്ടത് എന്തൊക്കെയാണ്? അഷിയാഉ ആണ്. അപ്പൊ അഷിയാ എന്തായി? അഷിയാ ബഹുവചനമാണ്. ബഹുവചനമായതുകൊണ്ട് എന്ത് ചെയ്തു? അതിനെ സ്ത്രീലിംഗമാണ്. ഇവിടെയാണ് അതിന്റെ എന്ത് ചെയ്യുന്നത്? തമാശ ഇരിക്കുന്നത്. തമാശ എന്താ? അഷിയാ മോഷ്ടിക്കപ്പെട്ടു. മോഷ്ടിച്ചത് ആരാണ്? അറിയില്ല. അപ്പൊ അഷിയാ എന്ന് പറയുന്നത് ആ അടയാളം കൊടുക്കേണ്ടത് ആർക്കാണോ അയാൾ സ്ത്രീലിംഗമായതുകൊണ്ട് എന്ത് ചെയ്തു? ക്രിയയെ സ്ത്രീലിംഗമാക്കി. നായിബ് സ്ത്രീലിംഗമാണെങ്കിൽ ഫിഇൽ എന്ത് ചെയ്യണം? സ്ത്രീലിംഗമാക്കണം. മോഷ്ടിച്ച ആളെ അറിയില്ല, മോഷ്ടിച്ച ആളെ അറിയില്ല, മോഷ്ടിക്കപ്പെട്ട വസ്തു സ്ത്രീലിംഗമാണ്. അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ അടയാളം, അതിന് ക്രിയയെ സ്ത്രീലിംഗമാക്കണം. അത് തമാശ ഉണ്ടോ ഇല്ലേ? കർത്താവിനനുസരിച്ചല്ലേ ക്രിയ മാറേണ്ടത്. പക്ഷെ ഇവിടെ കർത്താവിനനുസരിച്ചല്ല മാറുന്നത്, കർമ്മത്തെ അനുസരിച്ചാണ് മാറുന്നത്. ഷിയ ആണ് മോഷ്ടിക്കപ്പെട്ടത്. അത് നമ്മൾ നായിബുൽ ഫാഇൽ എന്ന് പേര് കൊടുത്തുകൊണ്ട് പിന്നെ നായിബുൽ ഫാഇലിനനുസരിച്ച് പേര് മാറും. വസുരിഖത്ത് മഅഹു അഷ്യാഉ ഉഖറു. അഷിയ എന്താണ്? സ്ത്രീലിംഗമാണ് അല്ലേ? അപ്പൊ എന്തായാലും അഷിയാന്റെ വിശേഷണമാണ് ഉഖറു. ഉഖർ എന്താണ്? സ്ത്രീലിംഗമായിരുന്നു. ഉഖർ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ നിങ്ങള്? അത് ബക്കറ പഠിച്ചു, ആൽ ഇമ്രാൻ പഠിച്ചു, നിസാ പഠിച്ചു, എന്നിട്ടൊന്നും കിട്ടിയില്ല. മിൻഹു ആയാത്തും മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബ് വ ഉഖറു മുതശാബിഹാത്ത്. ഉഖറു. അപ്പൊ ഉഖറു എന്ന് പറയുന്നത് ബഹുജനമാണ്. അഷിയാ ബഹുജനമായതുകൊണ്ട് ഉഖർ ബഹുജനമാണ്. അപ്പോൾ ഉഖറുവിന്റെ ഏകവചനം എന്താണ്? ഉഖറ കാഫിറത്തിൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഉഖറയുടെ ബഹുവചനമാണ് ഉഖറു. അപ്പൊ ഉഖറയുടെ പുല്ലിംഗം എന്താ? ആഖറു. അതെ, ആഖറു. ആഖറു വരുമ്പം ആഖറൂന എന്ന് ബഹുവചനം. ഖലത്തു അമലൻ സ്വാലിഹൻ വ ആഖറ സയ്യിഅൻ.
എന്ന് പറയുന്നത്. സാഅത്തി അപ്പൊ സുരക്കത്ത് മാഹു അഷ്യാ ഉഖറു, വേറെയും ചില സംഗതികൾ അതോടൊപ്പം മോഷ്ടിക്കപ്പെട്ടു. സാഅത്തി ഇതിനത് കോളം കൊടുത്ത് പറയണം, അതിന്റെ വിശദീകരണം പറയുന്നത്. സാഅത്തി വഹിദാഇ വമുഅളമു മലാബിസി. സാഅത്തി, സാഅത്ത് എന്താണ്? വാച്ച്. വാച്ച്. മൈ വാച്ച്. വഹിദാഇ ക്ലോക്കിനും ഷൂ. സാഅത്ത് എന്ന് തന്നെ പറയുന്നത്. പിന്നെ അലാം ക്ലോക്കിനാണെങ്കിൽ മുനബ്ബിഹ് എന്ന് പറയും. അലാം ആണെങ്കിൽ മുനബ്ബിഹ് എന്ന് പറയും. അല്ലാത്ത ക്ലോക്കിന് സാഅത്ത് തന്നെയാണ് പറയുന്നത്. സാഅത്തി വഹിദാഇ. ഹിദാ എന്താണ്? ഷൂ. ഷൂ. എസ് ഇല്ല. ഹിദാ എന്ന് പറയുന്ന എസ് ഇല്ല. ഷൂ. അതിന്റെ ബഹുവചനമാണ് അഹ്ദിയത്തുൻ. അഹ്ദിയത്തുൻ. ഹിദാന്റെ ബഹുവചനം അഹ്ദിയത്തുൻ. സാഅത്തി വഹിദാഇ വമുഅളമു മലാബിസി. മുഅളം എന്താ? ഭൂരിഭാഗം, ഏറെക്കുറെ. ഭൂരിഭാഗം, മിക്കവാറും, സിംഹഭാഗം. അളീം എന്ന് പറഞ്ഞാൽ മഹത്തായ എന്നല്ലേ, വലിയ എന്ന് പറഞ്ഞ പോലെ മുഅളം ബഹുഭൂരിഭാഗം, മിക്കവാറും. ഓക്കെ. മലാബിസ്. മലാബിസ് എന്താ? ഡ്രസ്സുകൾ. ക്ലോത്ത്, ക്ലോത്ത്സ്. അൽമുദരിസ്. അവ്വലകല്ലാഹു മിൻഹാ. അവ്വലകല്ലാഹു മിൻഹാ. അവ്വലക എന്താണ്? അക്കരം. ഏത്? ഇവള് അവ്വല എന്ന് പറഞ്ഞാൽ പകരം തന്നു. അവ്വല പകരം തന്നു. അവ്വലകല്ലാഹു മിൻഹാ, അതിൽ നിന്നും അല്ലാഹ് നിനക്ക് പകരം തരട്ടെ. കേട്ടാ, ഇവിടെ കോമ്പൻസേറ്റ് എന്നാണ് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുണ്ട്. അവ്വലയുടെ കൂടെ വരുന്ന പ്രിപ്പോസിഷനാണ് മിൻ. അപ്പൊ നമ്മളിങ്ങനെ പ്രിപ്പോസിഷൻ പ്രത്യേകം വരേണ്ടതുണ്ടെങ്കിൽ അത് എടുത്തെഴുതണം. കാരണം എന്താണ്, ഇവിടെ മിൻ എന്നുള്ള പോലെ മിൻ അതിൽ നിന്നും നിനക്ക് പകരം നൽകട്ടെ എന്ന് പറഞ്ഞാൽ അപ്പൊ അത് അതിന് പകരം നൽകട്ടെ എന്നാണ്. അവ്വലയുടെ കൂടെ മിൻ വരണം. അവ്വലകല്ലാഹു മിൻഹാ, അല്ലാഹ് നിനക്ക് പകരം തരട്ടെ. ഉരീദുൽ ആന അൻ നസ്അലകും മസ്അലതൻ ഫീമാ ദറസ്തും അംസി. ഉരീദുൽ ആന, ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നു, അൻ നസ്അലകും നിങ്ങളോട് ചോദിക്കുന്നതിന് വേണ്ടി, അസ്ഇലതൻ ഫീമാ ദറസ്തും, എന്താണ് ചോദിക്കുന്നത്? അസ്ഇലതൻ, ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ്. അസ്ഇലത്തിന്റെ ഏകോചനം എന്താണ്? സുആലുൻ. സുആൽ. ഫീമാ ദറസ്തും, നിങ്ങൾ പഠിച്ചതിൽ, അംസി ഇന്നലെ നിങ്ങൾ പഠിച്ചതിന്റെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുക, ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു. ഫി അയ്യി ഷൈഇൻ ഉലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നേരത്തെ ചോദിച്ചില്ല ആര്? ദുർബലാക്ഷം വരുന്ന കാര്യം ഗ്രാജുവലി പഠിക്കുക കേട്ടോ. അപ്പൊ ഉലിദ ഉലിദ എന്ന് പറഞ്ഞപ്പോ എന്തായി? വലത എന്നതിന്റെ പാസീവ് വോയിസ് ആണ് ഉലിദ. വലത എന്നതിന്റെ മജ്ഹൂലാണ് ഉലിദ. വലത. വലതയുടെ അപൂർണക്രിയ എന്താണ്? വലത യൂലദു. വലത യലിദു. വലത യലിദു. വലത യലിദു. അതാണ് ലം യലിദ്. ലം യലിദ്. വലത എന്ന് പറഞ്ഞാൽ ജനിപ്പിച്ചു. വലത യലിദു, ജനിപ്പിച്ചു. ഉലിദ ജനിപ്പിക്കപ്പെട്ടു. ഉലിദ ജനിപ്പിക്കപ്പെട്ടു. അതാണ് ഫി അയ്യി ഷഹറിൻ ഉലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവിടെ പാസീവ് വോയിസ് ആയിട്ടാണ് ജനിച്ച വർഷം പറയുന്നത്. ജനിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ജനിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ജനിപ്പിച്ചു.
വുലിദ ലം യലിദ് അവൻ ജനിപ്പിച്ചിട്ടില്ല. അപ്പോ സുഹൃത്തുക്കൾ ഇഖ്ലാസ് പഠിപ്പിക്കാൻ നമ്മൾ പറഞ്ഞു ലം യലിദ് അവൻ ജനിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് എ ഫാദർ എന്ന് പറഞ്ഞു, ഓർമ്മയുണ്ടോ? അതല്ല വുലിദയുടെ അപ്പൊ വലത ജനിപ്പിച്ചു, യലിദു ജനിപ്പിക്കുന്നു, വുലിദ ജനിപ്പിക്കപ്പെട്ടു. യൂലദു ആ മുതാരി ഉദിതയുടെ പ്രയോഗങ്ങൾ ഏതെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ ഖുറാനിൽ? യൂലദു അല്ലേ? അല്ല, ഉള്ളതുണ്ട്. ഓക്കെ, അത് ഉദിത മാവിയുടെ പറയാം. സലാമുൻ അലൈഹി യൗമ ഉലിദ വയൗമ യമൂത്ത് വയൗമ യുബ്അസു ഹയ്യ. അപ്പൊ കുറെ മജ്ഹൂൽ കിട്ടി അവിടെ. സലാമുൻ അലൈഹി യൗമ ഉലിദ യൗമ ഉലിദ വയൗമ യമൂത്ത് വയൗമ യുബ്അസു ഹയ്യ. പിന്നെ പറഞ്ഞു സലാമുൻ അലയ്യ യൗമ ഉലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യ. അപ്പൊ അവിടെയും രണ്ട് മജ്ഹൂലുണ്ട്. ഉലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യ. ഖുർആൻ നോക്കി വായിക്കുന്നു. ഈ ഷഹ്റിൻ ഉലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് മാസത്തിലാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്? മലയാളത്തിൽ നമ്മൾ ജനിപ്പിക്കപ്പെട്ടെന്ന് പറയാറില്ല, അതുകൊണ്ട് ജനിച്ചത്. ഉസ്താദ് എലിദ് പറയുമ്പോ പിന്നെ ജനിപ്പിക്കുന്നു, ജനിപ്പിക്കുന്നു. ലം വന്നുകൊണ്ട് പാസ്റ്റായി. ജനിപ്പിക്കുന്നില്ല, ലം വന്നപ്പോൾ എന്തായി? ജനിപ്പിക്കുന്നില്ല എന്നല്ല, ജനിപ്പിച്ചിട്ടില്ല. ജനിക്കുന്നല്ലേ? ആ ജനിക്കുന്ന സ്വയം ജനിക്കാൻ പറ്റില്ലല്ലോ, വേറെ ആരും ജനിപ്പിക്കണ്ടേ? ജനിച്ചിട്ടില്ല എന്നല്ല. മലയാളത്തിൽ അങ്ങനെയാണ്, അറബിയിൽ ഇങ്ങനെയാണ്. മരിക്കുമ്പോഴത്തേക്ക് സ്വയം മരിക്കാൻ പറ്റും. മാത്ത യമൂത്ത് അമൂത്ത്. സലാമുൻ അലയ്യ യൗമ അമൂത്ത് എന്ന് പറഞ്ഞു, സലാമുൻ അലൈഹി യൗമ യമൂത്ത് എന്ന് പറഞ്ഞു. ചില വെർബുകൾ അങ്ങനെയാണ് വരിക. ആ വെർബുകൾ അങ്ങനെ. ഇപ്പൊ വരത എന്ന വാക്ക് അങ്ങനെ പറയാൻ പറ്റും. അതേസമയം നബത്ത എന്തായി? ചെടി മുളച്ചു എന്ന് പറയും. വലതയ്ക്ക് അതേപോലെ വാക്കില്ല എന്നാണ് എന്റെ ഓർമ്മ, സ്വയം ചെയ്യാനുള്ള. അപ്പൊ ഉദിത എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ ഷഹ്രി ഉലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്മദ് ഉലിദ ഫീ ഷഹ്രി റബീഇനിൽ അവ്വലി. റബീഇനിൽ അവ്വലി, ഷഹ്രി റബീഇനിൽ അവ്വലി. നിങ്ങളെ കിതാബിൽ എന്താ ഉള്ളത്? റബീഇന് റബീഉൻ അൽ അവ്വൽ. റബീഇന് അയിന് എന്താ അടയാളമുള്ളത്? കസ്റ തൻവീൻ ഉണ്ട്. റബീഇൻ. ഈ ഷഹ്രി റബീഇനിൽ അവ്വലി. ഇങ്ങനെ അല്ല, അതാണ് ഞാൻ നോക്കിയത്, അത് കിട്ടിയില്ല എന്താണെന്നുള്ളത്. തൻവീന് വന്നിട്ട് അതെ, തൻവീൻ ഒന്നുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നോക്കിയത്. എന്തായാലും റബീഉൽ അവ്വലിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. അപ്പൊ ഉലിദയാണ് നമ്മുടെ വിഷയം കേട്ടോ. അൽ മുദരിസ് വഫി അയ്യി സനത്തിൻ
ഫീ വന്നുകൊണ്ട് അയ്യിന് കെസർ കൊടുത്തു, അയ്യി സനത്തിൻ. പിന്നെ അയ്യിന് ശേഷം വരുന്നതൊക്കെ എന്തായിരിക്കും? മജ്റൂറായിരിക്കും. മജ്റൂറായി. ഇറാഫത്തായിരിക്കും വരിക. അയ്യി സനത്തിൻ. അയ്യിന് ശേഷം അയ്യി ഷെയ് വന്നാലും കെസറായിരിക്കും. ഉല്ലിദ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ യാ ജാബിറു വഫീ അയ്യി സനത്തിൻ. നേരത്തെ പറഞ്ഞ നിദാ വന്നു കേട്ടോ. നേരത്തെ പറഞ്ഞ ഒരു നിദാ വന്നല്ലോ. യാ ഇദ്രീസ് ചോദിച്ചു. അതേപോലെ യാ ജാബിറു മാ അതിരി. മാ അതിരി എന്താ അർത്ഥം? എനിക്കറിയില്ല. അറിയില്ല. അപ്പൊ അതിരിയുടെ മാവി എന്താണ്? ദറ എതിരി. ദറ. ദറ എതിരി. ദറ എതിരി. അതെന്താ ഖുർആനിൽ വന്ന് ഏത് രീതിയിലാണ് ഖുർആനിൽ വന്നിരിക്കുന്നത്? ദറ എതിരി. അപ്പൊ അദ്രാക്ക അപ്പൊ അത് എന്തായി പോയി? അദ്രാക്കായി. അദ്ര എന്താണ്? അദ്ര വേറെയാണ്. അദ്ര അഞ്ചല ഗ്രൂപ്പാണ്. അദ്രാക്ക നിന്നെ അറിയിച്ചു എന്നാണ്. ഇവിടെ അറിഞ്ഞു എന്നാണ്. അതിരി എനിക്കറിയില്ല. അപ്പം ദറ അറിഞ്ഞു. ഖുൽ ഇൻ അദ്രി അഖരീബും മാ തുഅദൂന. അല്ലേ? ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ജിന്ന്, സൂറത്തുൽ ജിൻ. അത് തന്നെ. നിങ്ങൾ നമ്മൾ ഈ വായിക്കുന്ന പദങ്ങൾ ഖുർആനിൽ എവിടെ ഉണ്ടെന്ന് ചിന്തിച്ച് നോക്കിയാൽ ഖുർആനൊക്കെ നമുക്ക് ഓർമ്മിക്കാം. ഞാൻ പറയുന്ന ജിന്ന് മനപ്പാടമാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന വാക്കുകളെല്ലാം ആ ഓർമ്മയിൽ പറയുന്നതാണ്. ആ ആയത്തുകളെല്ലാം ആ സൂറത്തെല്ലാം കാണാടിച്ചിട്ടല്ല. അൽ-മുദരിസ് അലം അലം തദ്റുസൂ ഹാദാ. അപ്പൊ ജാബിർ പറഞ്ഞു മാ അതിരി, ഐ ഡോണ്ട് നോ. അൽ-മുദരിസ് അധ്യാപകൻ ചോദിക്കുകയാണ് അലം തദ്റുസൂ ഹാദാ, യു ഡിഡ് നോട്ട് ലേൺ. അപ്പൊ മൊത്തത്തിൽ ചോദിക്കുകയാണ് അലം തദ്റുസൂ ഹാദാ. ലം തദ്റുസൂ ദറസ യദ്റുസു. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ ജാബിർ? ബല എന്താ അർത്ഥം? അതെ. ജാബിർ പറഞ്ഞു ബല. മലയാളത്തിൽ എന്ത് പറയും? തീർച്ചയായും പഠിച്ചിട്ടുണ്ട്. അതെ. ബല എന്ന് പറഞ്ഞാൽ അതെന്നാ? അലം തദ്റുസൂ ബല. തീർച്ചയായും Yes. ആ പഠിച്ചു. തീർച്ചയായും. ദറസ്നാഹു നമ്മളത് പഠിച്ചു. വലാകിന്നനി പക്ഷേ നസീതു. ഞാനത് മറന്നു. നസീതു ഞാൻ മറന്നു. അപ്പൊ നസിയ യൻസ. അൽ-മുദരിസ് മൻ യഅരിഫു ഹാദാ? Who knows that? ഇത് ആർക്കറിയാം? Who knows this? ഇദ്രീസ്. ولد صلى الله عليه وسلم عام 70 و500 للميلاد. ലിൽ മീലാദ്. അതിവിടെ ഈ പാഠത്തിൽ പറഞ്ഞോളൊന്നും എനിക്കറിയില്ല. എന്റെ അറിഞ്ഞാലും മീലാദ് എന്നാണ് എന്ത് പറയുന്നത്. നമ്മള് ഏഡിക്ക് ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? മീലാദ് എന്നാണ്. ആമുൽ മീലാദ് എന്നാണ് പറയുന്നത്. ആമുൽ മീലാദ് എന്നാണ് പറയുന്നത്. ആമുൽ മീലാദ്. ഇവിടെ ആമ ഒരിക്കൽ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ ലിൽ മീലാദ് എന്ന് പറയുന്നത്. ആമ 70 و500 ലിൽ മീലാദ്. അപ്പൊ ആ മീലാദ് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? മീലാദ് ഈസ അലൈഹിസ്സലാം. അതിനെ വെച്ചിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പൊ ആ മീലാദിനെയാണ്. അപ്പൊ കലണ്ടറിന് മീലാദ് എന്ന് പറയുന്നത് അതായത് പി സി അല്ല. ബി സി എന്ന് പറഞ്ഞാല് അതിന് മുമ്പാണ്. എ ഡി അന്നോഡമിനി. എ ഡി അന്നോഡമിനി എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതാണ് ആ ഒരു പ്രയോഗം. പറയാറുണ്ട്. ക്രിസ്തുവർഷം എന്നുള്ളതിലാണ് അല്ലേ? ഏതാണ്? ക്രിസ്തുവർഷം എന്നുള്ളതില. ക്രിസ്തുവർഷം എന്ന അർത്ഥത്തിലാണെങ്കിൽ മീലാദാണ്. അപ്പൊ മീലാദ് എന്ന വാക്കിന്റെ അർത്ഥം കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞില്ല. മീലാദ് എന്ന് പറഞ്ഞാൽ ജന്മദിനം എന്നാണല്ലോ മീലാദ്. ആ ജന്മദിനം എന്നതിനെ സൂചിപ്പിക്കുന്നത് ആ ജന്മം
ഈസാ നബിയുടെ ജന്മദിനവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ആ മീലാദിന് ആമുൽ മീലാദ് എന്നാണ് പറയുന്നത്. അറബി വർഷത്തിന് ആമുൽ ഹിജിരി എന്നാ പറയുക. ആമുൽ ഹിജിരി, ഹിജ്റ വർഷം. അപ്പം ആമ സബഇൻ വ ഖംസമിയത്തിൻ ലിൽ മീലാദ്, സബഇൻ വ സബഈന വ ഖംസമിയ, AD 570. അപ്പം മീമിട്ടിരിക്കുന്ന എന്തിനാണ്? മീലാദി എന്ന് കാണിക്കാൻ വേണ്ടി. അപ്പൊ AD എന്ന് നമ്മൾ എഴുതുന്നതിന് പകരമാണ് ഖംസമിയ സബഈന എന്നുള്ള സബഈന വ ഖംസമിയ എഴുതിയിട്ട് മീമിടും. ആ മീമ് താഴോട്ടാടുക. മീമിട്ടാല് മീലാദി എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. പഠിക്കാന്ന് പറഞ്ഞാൽ ബദ്ധമൊന്നുമില്ല, പക്ഷെ നോട്ട് ചെയ്യേണ്ട സംഗതിയുണ്ട്. പിന്നെ പറഞ്ഞത് ഉലിദ ആമ എന്ന് പറഞ്ഞു. ഉലിദ ആമ, അപ്പൊ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പാഠത്തിന്റെ കൺസെപ്റ്റിൽ പെട്ട ഒരു പോയിന്റ് ആണത്. ഉലിദ ആമ എന്നത്. അപ്പൊ ആമിന് എന്തുകൊണ്ട് നസ്ബ് വന്നു എന്ന് ചോദിച്ചാൽ അത് മഫ്ഊല് ഫീഹി ആയതുകൊണ്ടാണ്. അതായത് ലർഫാണ്, ലർഫു ജമാൻ, ആ വർഷം എന്ന അർത്ഥത്തിലാണ് ഉലിദ ആമ എന്ന് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുണ്ടല്ലോ അത്. അല്ലെ, ഉലിദ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മലയാളത്തിൽ തിരുമേനി എന്നൊക്കെ പറയുന്ന പോലെ ഉലിദ, അദ്ദേഹം ഭൂജാതനായി. ആ ഉലിദന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനായ നമ്മൾ പറയൂലേ. അൽ മുദരിസ് ഹാദാ സഹീഹ്, ദാറ്റ്സ് കറക്റ്റ്. ഈ അയ്യാമിൻ ഉലിത്ത അൻത, ഈ അയ്യാമിൻ ഉലിത്ത അൻത. ദാലിന് സുഖം വേണ്ട കേട്ടോ, ശരിക്കും തായ്ക്ക് ശ്രദ്ധ കൊടുക്കാനുണ്ട്. ഈ അയ്യാമിൻ ഉലിത്ത അൻത. നേരത്തെ ഉലിത്തു എന്ന് പറഞ്ഞില്ല, യൗമ ഉലിത്തു യൗമ അമൂത്തു എന്ന് പറഞ്ഞിടത്ത് അതേപോലെ ഇതാം മൂത്ത ഇതാ എന്ത് ഇതാമാണ്? ഇതാ മുത്തജാനിസൈ. ഉലിത്ത അൻത യാ ഇദ്രീസു. ഇദ്രീസ്, എന്നാണ് നീ ജനിച്ചത്? ഇദ്രീസ്. ഉലിത്തു ആമ ഖംസത്തിൻ വ സമാനീന വ സമാനിമിയത്തിൻ വ അൽഫിൻ ലിൽ ഹിജ്റ. അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ടാ പറഞ്ഞു കേട്ടാ. ഇവിടെ നിന്ന് അങ്ങോട്ടും പറയാം, അവിടെ നിന്ന് ഇങ്ങോട്ടും പറയാം. അൽഫ് സലാസിമിയ വ ഖംസ സമാനീൻ എന്ന് പറയാം. ഖംസ സമാനീൻ സലാസിമിയ വ അൽഫ് എന്ന് പറയാം. എഴുന്ന രീതിയിലും വായിക്കാം, അവിടെ തിരിച്ചും വായിക്കാം. ഉലിത്തു ആമ ഖംസത്തിൻ വ സമാനീൻ വ സമാനിമിയ വ സലാസിമിയ. അപ്പൊ സലാസിമിയ എന്ന് എഴുതിയിരിക്കുന്നിടത്തെ എന്താണ് മിഅ എഴുതുന്നിടത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുമ്പ് നമ്മൾ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മ, നമ്മൾ സംഖ്യ പഠിച്ച സമയത്ത് പാർട്ട് 2-ലായിരിക്കും. സലാസ് മിഅ എന്ന് പറയുമ്പം സലാസിന്റെ കൂടെ മീമ് ചേർത്തിട്ടാണ് എഴുതുക. 1. 2, മിഅത്തിന് മീമിന് എന്തുണ്ട്? മീമിന് ശേഷം ഒരു അലിഫ് ജായിദായിട്ടുണ്ട്, അധികമായിട്ടുണ്ട്. മിഅത്തിന് ഒരു അലിഫ് അധികമായിട്ടുണ്ട്. അതേപോലെ മിഅത്തിന് മുമ്പ് വരുന്ന സംഖ്യ മിഅത്തിനോട് ചേർത്താണ് എഴുതുക. സലാസിമിയ എന്ന് പറയുമല്ലോ, സലാസിമിയ ഹംസമിയ എന്നൊക്കെ പറയുമ്പോൾ അത് മിഅത്തിനോട് ചേർത്താണ് എഴുതുക. സാധാരണ രീതിയിൽ അതേപോലെ ഒന്നും ചേർത്ത് എഴുതൂല. സലാസി വേറെ, മിഅത്ത് വേറെയാണ്. പക്ഷെ സലാസിമിയ എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് 300 എന്ന അർത്ഥത്തിൽ വരുമ്പോൾ എന്താവും? അതും മിഅത്തും കൂടെ ചേർത്തിട്ടാണ് എഴുതുക. ഇപ്പൊ ഇവിടെ സലാസിമിയത്തിന് എഴുതിട്ട് ഈ മീമിന് ശേഷമുള്ള അലിഫിന്റെ മുകളില് ആ ഹംസ ഇട്ടാല് ശരിയാവോ? ശരിയാവില്ല എന്ന്. ആ മിഅത്തിന് മീമ് കഴിഞ്ഞിട്ട് ഒരു അലിഫ് അധികമായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹംസക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹംസ് വേണം, ഹംസിന് സീറ്റ് വേണം. അപ്പൊ ആ ഹംസ് ഇതിന്റെ യാന്റെ മുകളിൽ എഴുതിയോളും, അതിന് മുമ്പുള്ള അക്ഷരത്തിന് കെസറായതുകൊണ്ട്. المدرس وفي أيام ولدت أنت يا أحمد. അഹമ്മദ്, നീ എന്നാ ജനിച്ചത്?
അപ്പൊ എല്ലാവരുടെയും ജനനവർഷം പറയാം. അഹ്മദ് ولدت عام 67 و900 وألف للميلاد. ഞാൻ 1976 67 ജനിച്ചത്. المدرس أين ولدت يا أحمد? Where did you born? നീ എവിടെയാണ് ജനിച്ചത്? أين ولدت? ولدت في باكستان. ഞാൻ പാകിസ്ഥാനിലാണ് ജനിച്ചത്. أنت إذن باكستاني. അപ്പൊ അതാണ് യാ ചേർക്കുന്ന രൂപം. അപ്പൊ സ്ഥലത്തിന്റെ പേര് പാകിസ്ഥാനു, അതിന്റെ കൂടെ യാ ചേർക്കണം. ഏതാണ്? ശബ്ദമുള്ള യാണ് ചേർക്കുക. ശബ്ദമുള്ള യായാണ് ചേർക്കുക. അപ്പം പാകിസ്ഥാനിയുൻ. ഇതൻ അറിയാമല്ലോ, ഇതന്റെ അർത്ഥം എന്താ? ഇതാ അല്ല കേട്ടോ. ഇതൻ എന്ന് പറഞ്ഞാൽ അന്നേരം, ദെൻ. ഇതൻ ഖുർആൻ വായിച്ചിട്ടുണ്ടോ? മൂസാ നബി അലൈഹി സ്വലാമിനോട് ചോദ്യം ചോദിക്കുന്നുണ്ട് ഫിറൗനോ അതുപോലുള്ള ആൾക്കാരെ. നീ നന്ദികേട് കാണിച്ചോ? നീ പിന്നെ ഒരാളെ കൊന്നിട്ട് ഒന്നല്ലോ, നീയാണോ നബിയായിട്ട് വന്നേക്കുന്നത്? അപ്പോ മൂസാ നബി അലൈഹി സ്വലാം പറയുന്ന ഉത്തരത്തിൽ ഇതനുണ്ട്. ഇതൻ, അന്നേരം ഞാൻ അറിവില്ലാത്തവനായിരുന്നു. അതായത് ഇതൻ എന്ന് പറയും. ആയത്ത് ഓർമ്മയുള്ളവർ പൂർണ്ണമായിട്ടും പറഞ്ഞോളൂ. എനിക്ക് ആയത്ത് പൂർണ്ണമായിട്ട് ഓർമ്മയില്ല. എന്തായാലും ഇതൻ വ അന എന്നാണ്. ബാക്കി എനിക്ക് ഓർമ്മയില്ല. ഞാൻ അന്നേരം എന്തായിരുന്നു? അറിയില്ലാത്ത ആളായിരുന്നു. അതിനെ ബാല്യനാണെന്ന് തോന്നുന്നു. അപ്പൊ ഇതൻ അന്നേരം. അൻത ഇതൻ പാകിസ്ഥാനിയുൻ. അപ്പൊ നീ പാകിസ്ഥാനിയാണല്ലേ? ലിസൺ ബ്രദേഴ്സ്. أشرح لنا قاعدة نحوية. قاعدة نحوية. أشرح لنا. I will explain now. ഞാനിപ്പോൾ വിശദീകരിക്കാൻ പോവാണ്. قاعدة نحوية ഒരു ഗ്രാമർ പോയിന്റ്, ഒരു ഗ്രാമർ റൂൾ. കായിദ അറിയാമല്ലോ. ഒരുപാട് കായിദയുണ്ട്. നിങ്ങൾക്കറിയുന്ന ഒരു കായിദ പറഞ്ഞ്. പണ്ട് നമ്മള് നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള സമയത്ത് കായിദ പഠിച്ചിട്ടില്ലേ? മദ്രസ കായിദ പഠിച്ചിട്ടില്ലേ? എന്താണ് ശരിക്കും കായിദ? റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അടിസ്ഥാന കാര്യം. കായിദ അത് പഠിച്ചാലേ ഇരുത്തം വരുള്ളൂ എന്നാ പറയുന്നത്. കാത ഇരുന്നു. കായിദത്തുൻ, കാത ഇരുന്നു. കായിദുൻ ഇരിക്കുന്നവൻ. കായിദത്തുൻ അതിന്റെ കർത്താവിന്റെ പേരറിഞ്ഞൂടെ? കാത ഇരുന്നു. കായിദുൻ ഇരിക്കുന്നവൻ. കായിദത്തുൻ ഇരിക്കുന്നവൾ. വൽഖവാഇദു എന്ന് പറഞ്ഞിട്ടില്ലേ ഖുർആനില്? വൽഖവാഇദു മിനൻ നിസാഇ. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത്. അതെ, അത് വേറെ ഖവാഇദാണ്. വൽഖവാഇദു മിനൻ നിസാ എന്നുള്ള ആയത്ത് ഏതാ? പെണ്ണുങ്ങൾ, ഇരിക്കുന്ന പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞില്ലേ? വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ. ആയത്ത് കണ്ടുപിടിക്കും. അതേപോലെ കായിദയാണ് ഇബ്രാഹിമുൽ ഖവാഇദ. അതെന്താണ്? ബേസ്മെന്റ്, അടിസ്ഥാനം, ഇരിക്കുന്ന സ്ഥലം, ബിൽഡിംഗ് ഇരിക്കുന്ന സ്ഥലം. അടിസ്ഥാനം എന്ന അർത്ഥത്തിലാണ്. കെട്ടിപ്പൊക്കിയ അതിന്റെ മതിലുകൾ, ചുവരുകൾ എന്ന അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ബേസിക് റൂൾ എന്ന അർത്ഥത്തിലാണ് കായിദ. കായിദത്തുൽ റൂള്. ഒരു ഗ്രാമർ റൂൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അഷ്റഹുല്ലാന് കായിദത്തൻ നഹ്വിയ്യത്തൻ. അപ്പൊ നഹ്വ് വ്യാകരണം, നഹ്വിയ്യത്തൻ വ്യാകരണവുമായി ബന്ധപ്പെട്ടത്. നഹ്വ് വ്യാകരണം,
പാകിസ്ഥാൻ രാജ്യം. പാകിസ്ഥാനിയും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടത്. നഹ്വൻ വ്യാകരണം. നഹ്വിയുൻ വ്യാകരണവുമായി ബന്ധപ്പെട്ടത്. പിന്നെ എങ്ങനെ താ വന്നു? കായികത്തിനും ആയുധത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് നഹ്വിയത്തൻ എന്നായി. ഈ പാകിസ്ഥാനി ഇതൻ പാകിസ്ഥാനി എന്നുള്ളത് അന്തി ആണെങ്കിൽ അന്തി ഇതൻ പാകിസ്ഥാനിയത്തിൻ എന്ന് പറയും. അപ്പൊ അതേപോലെ കായികത്തും നഹ്വിയത്തും. ഓക്കെ, നഹ്വിയത്തുൻ കായികത്തും നഹ്വിയത്തുൻ മുഹിമ്മത്തൻ. മുഹിമ്മത്ത് എന്താണ്? ഇമ്പോർട്ടന്റ്. ഇമ്പോർട്ടന്റ്. അതെന്താ ഖുർആനിൽ വന്നത് ആ വാക്ക്? അഹമ്മത്തുഹും അൻഫുസുഹും, അവർക്ക് അവരെ തന്നെ പ്രധാനമായിട്ട് തോന്നി. അഹമ്മ പ്രാധാന്യമുള്ളതായി. മുഹിമ്മുൻ പ്രധാനപ്പെട്ടത്. ഇവിടെ കായികത്തായതുകൊണ്ട് നഹ്വിയത്തുൻ മുഹിമ്മത്ത്, അല്ലെങ്കിൽ അല്ലാന കായികത്തൻ അഷ്റഹുല്ലാന മൻസൂബായിട്ട് വരുമ്പോൾ മഫ്ഊൽ ബിഹി ആയതുകൊണ്ട് കായികത്തൻ നഹ്വിയത്തൻ മുഹിമ്മത്തൻ. അപ്പൊ പറയാണ് അൽ ഫിഅലു ഇമ്മാ മബ്നിയ്യുൻ ലിൽ മഅലൂം വ ഇമ്മാ മബ്നിയ്യുൻ ലിൽ മജ്ഹൂൽ. നേരത്തെ മഅറൂഫ് എന്ന് ഞാൻ പറഞ്ഞു, മഅലൂം എന്നും പറയാം, ഫിഅൽ മഅലൂം എന്നും പറയാം, ഫിഅൽ മഅറൂഫ് എന്നും പറയാം. അപ്പൊ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്, ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാണ്. അൽ ഫിഅലു ഇമ്മാ മബ്നിയ്യുൻ ലിൽ മഅലൂം. മബ്നി എന്ന് പറഞ്ഞാൽ എന്താണ്? നിർമ്മിക്കപ്പെട്ടത്, കൺസ്ട്രക്റ്റഡ്. അപ്പൊ മബ്നിയ്യുൻ ലിൽ മഅലൂം, മബ്നിയ്യുൻ ലിൽ മജ്ഹൂൽ എന്നാണ് ആ ക്രിയയെ കുറിച്ച് പറയുന്നത്. മജ്ഹൂലായ ക്രിയയാണെങ്കിൽ മബ്നിയ്യുൻ ലിൽ മജ്ഹൂൽ, മഅറൂഫായ ക്രിയയാണെങ്കിൽ മബ്നിയ്യുൻ ലിൽ മഅറൂഫ് അല്ലെങ്കിൽ മബ്നിയ്യുൻ ലിൽ മഅലൂം എന്നാണ് പറയുക. നിർമ്മിക്കപ്പെട്ടത്, കൺസ്ട്രക്റ്റഡ് എന്നാണ്. അൽ ഫെയില് എന്താകും? പേജ് തീർത്തിട്ട് നിർത്താം കേട്ടോ. നമ്മൾ ഒരുപാട് സംഭവം ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും കുറെ വായിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ആയതുകൊണ്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? തോന്നാറില്ലല്ലേ? തോന്നുന്നുണ്ടോ? അതെ. വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ അടയാളപ്പെടുത്തുക എന്താണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് പ്രയാസകരമായ ഉള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്യുന്ന ആളെ നാളെ തന്നെ ഇടുക, അല്ല ഇന്ന് തന്നെ ഇടുക ഗ്രൂപ്പിൽ. അങ്ങനെ സംഭവം ഉണ്ടാവില്ല. കുറെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാര്യങ്ങൾ. ഓർമ്മിച്ച് വെക്കേണ്ടതായ ഭാരിച്ച സംഗതികളൊന്നുമില്ല. ഉണ്ടോ? ചില വേർഡ്സ് പുതിയതുണ്ട് തോന്നുന്നു. ഏത് വേർഡ്സ്? ഏത് വേർഡ്? അറിയാം, ഏത് വേർഡെന്ന് പറയാം, ഏത് വേർഡെന്ന് പറയാം. അപ്പൊ ഞാൻ പറയാം പുതിയതാണോ പഴയതാണോ? ഏത് വേർഡാണ്? കാതയാണോ? കാതയാണോ? കാത ഇരുന്നു. അല്ല, സുരിയൊക്കെ. ആ സറക്ക. ഓക്കെ, സറക്ക എന്ന സുരുക്കായി. സറക്ക പഠിച്ചിട്ടില്ലേ? ശരി, വേണ്ട, ഒരു പുതിയ വാക്ക്. പിന്നെ വേറെ ഞാൻ ചേർത്തു. നമ്മൾ കർമ്മണി പ്രയോഗം മുഴുവൻ അണ്ടർസ്റ്റാൻഡ് കൂടാണ്ട് പഠിച്ചതാണ്. സറക്ക എന്നുള്ള സുരിക്ക, പുതിയ സറക്ക എന്നുള്ള പുതിയ വാക്ക്. പിന്നെ ഏതാണ്? മുഹിമ്മത്തൻ. ആ അഹമ്മ പുതിയ വാക്ക്. ശരി, രണ്ട്. വേറെ വേറെ വേറൊന്നുമില്ല. ഉണ്ടാവും, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അതേസമയം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന വേറെ സംഗതികളുണ്ട്. ഒരു മനുഷ്യന് ഒരു ദിവസം 15 പുതിയ വാക്കുകൾ പഠിക്കാം. പുതിയ വാക്കെന്ന് പറയുമ്പോഴത്തേക്ക് മദർ ടങ്ങിലുള്ളതല്ല, സെക്കൻഡ് ലാംഗ്വേജിലുള്ള. ആ 50. ശരി, അതാണ് ഞാൻ പറഞ്ഞു ഉണ്ടാകാമെന്ന്. 4 5 ഒന്നും ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒരു സാധാരണ മനുഷ്യന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ വെയിറ്റ് എടുക്കുന്നു, എത്ര വെയിറ്റ് വരെ എടുക്കാമെന്ന് പറഞ്ഞാൽ അയാൾ അഭ്യസിച്ചിട്ടാണെങ്കിൽ സ്ഥിരം എടുക്കുന്ന ആൾക്ക് 50 കിലോ വരെ എടുക്കാൻ പറ്റും. നമുക്കറിയാം സിമെന്റ് ആക്കുകയൊക്കെ അത് കൂളായിട്ട് എടുക്കേണ്ടി വരും. നമുക്ക് പറ്റില്ല, അത് വേറെ. പക്ഷെ നമ്മൾ സാധാരണ വ്യക്തിക്ക് എടുക്കാമെന്നുണ്ട്.
അതേപോലെ നമ്മൾ നോക്കിയാൽ ഒരു സാധാരണ വ്യക്തിക്ക് 15 വാക്ക് വരെ പുതിയ വാക്കുകൾ പഠിക്കാം. അപ്പൊ പുതിയത് ഒരുപാട് കാര്യങ്ങൾ. ഒരു ഉദാഹരണം നമ്മൾ നോക്കിയാൽ നമ്മൾ സ്കൂളിൽ ചെന്നാൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? കുട്ടികൾ ഒരിക്കലും ഇത് പറ്റൂല എന്ന് പറയാറില്ല. യു കെ ജിയിൽ പഠിക്കുന്ന കുട്ടികളെ നോക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരുന്നു. അടുത്ത ദിവസം നോക്കുമ്പോഴത്തേക്ക് മലയാളം കൊണ്ടുവന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ കുട്ടിയെ ഇനി എപ്പോഴാണ് അറബി പഠിപ്പിക്കാൻ ഞാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ദിവസം ഹിന്ദി കൊണ്ടുവന്നു. ഇനിയിപ്പോ എന്തായാലും ഇപ്പോഴൊന്നും അറബി പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ ഇനി എപ്പോഴാ അറബി പഠിക്കുക? അത് പറയാം, അടുത്ത ആഴ്ച അറബി തുടങ്ങും. യു കെ ജിയിലാ ഫസ്റ്റ് സ്റ്റാൻഡേർഡാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് സ്റ്റാൻഡേർഡെന്ന് വിചാരിച്ചു. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ മലയാളം, ഇംഗ്ലീഷ് പഠിക്കണം, മലയാളം പഠിക്കണം, നാഷണൽ ലാംഗ്വേജ് ഹിന്ദി പഠിക്കണം, പിന്നെ അറബി പഠിക്കണം. അത് എല്ലാവർക്കും പഠിപ്പിക്കുന്നതാണ്. പ്രൈമറി സ്കൂളിൽ എല്ലാവർക്കും പഠിപ്പിക്കുന്ന അറബി. 4 ലാംഗ്വേജ് പഠിക്കും. 4 ലാംഗ്വേജ് തന്നെ എത്ര വാക്കുകൾ പഠിക്കും പുതിയതായിട്ട്? ഓക്കെ, അത് നോർമൽ മനുഷ്യന്റെ കപ്പാസിറ്റിയാണ്. കുട്ടികൾക്ക് അത് പഠിക്കുകയാണെങ്കിൽ നോർമൽ മനുഷ്യന് അതിനേക്കാൾ കൂടുതലാണ്. കുട്ടി എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ വിചാരിക്കും ബ്ലാങ്ക് ആണ്, ബ്ലാങ്ക് ആയതുകൊണ്ടാണ്. നമ്മൾ ബ്ലാങ്ക് ആക്കിയാൽ മതി. നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വേസ്റ്റ് ഒക്കെ നമ്മൾ തലമണ്ടയിൽ കുഴിച്ചിട്ടിരിക്കുന്നുണ്ട്. അയാളുള്ള പാരിതോഷികവും ഏഷണിയും അയാളുള്ള പകയും വിദ്വേഷവും എല്ലാം നമ്മളെ ഇത് കളയുകയാണ്. അപ്പൊ അതെന്തെങ്കിലും എന്ത് ചെയ്യണം? ആവശ്യമില്ലാത്ത കാർഡുകളൊക്കെ പറിച്ചു കളയണം. പിന്നെ ആ മത്തിയുടെ തലയും കുടലും ഒക്കെ എടുത്ത് കളയണം. കളഞ്ഞാൽ എന്തായി? നമ്മളെ ബ്രെയിൻ സുഖമായി. പിന്നെന്ത് ചെയ്യണം? റീഫ്രഷ് ചെയ്യണം. ജനലൊക്കെ തുറന്നിടണം. ബ്രെയിനിന്റെ ജനലൊക്കെ തുറന്നിട്ട് എന്തായി? ശരിക്കും ഓക്സിജൻ കിട്ടും. അപ്പൊ എന്താവും? കൂടുതൽ പഠിക്കാൻ പറ്റും. ഓക്കെ, ടൈം ഈസ് ഓവർ സാറേ. ഉറക്കം തോന്നി ഭയങ്കര. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിൽ നിർത്താം. ഉഴുത്ത് ഫി പാകിസ്ഥാൻ അവിടെ നിൽക്കട്ടെ അല്ല. ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. വളരെ നമുക്ക് നേരത്തെ പറയണ്ടേ? പഠിക്കണവര് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പറയാൻ പാടില്ല. താഹറ വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? താഹറ പഠിച്ചിട്ടുണ്ടോ? സാദിസത്ത് ഓർഡിനൽ കൗണ്ടിങ് നമ്മൾ പഠിച്ചല്ലോ. അദ്ദർസുൽ അവ്വൽ പറഞ്ഞു. അതേപോലെ സാഅത്ത് പറയുമ്പോൾ സാഅത്ത് സാദിസത്ത് പറയുമെന്ന് പറഞ്ഞു പഠിച്ചല്ലോ. മുമ്പ് പഠിച്ചിട്ടുണ്ട്. താഹറയുടെ ഓപ്പോസിറ്റ് അല്ലേ തഖദ്ദമ? തഖദ്ദമ. അതെല്ലാ ദിവസവും നമ്മൾ പറയുകയും ചെയ്യും. കദ്ദമ മുന്തിച്ചു. തഖദ്ദമ മുന്തി. അഖറ തിന്തിച്ചു. തഅഖറ തിന്തി. പിന്നെന്താ വാക്ക്? സുരിക്ക. ഉഖറു അല്ലേ? അതൊക്കെ നേരത്തെ അത് സിമിലർ ആയിട്ടുള്ള വാക്ക് വന്നിട്ടുണ്ടെന്ന് കണ്ടോ? അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ പഠിക്കുന്നുണ്ട്. മുഅളം ഒരു പുതിയ വാക്കാണ്. മുഅളം ബഹുഭൂരിപക്ഷം. അവ്വള പകരമാക്കി. നായിബുൽ ഫായിലിന് മർഫു ആവണമെന്നില്ല. അതിന്റെ സന്ദർഭം അനുസരിച്ച് അതിന്റെ ചിഹ്നങ്ങൾ മാറാല്ല. അങ്ങനല്ലേ? നായിബുൽ ഫാഇൽ മർഫു ആണ്. പിന്നെ സന്ദർഭം എന്ന് പറഞ്ഞാൽ റഫ് കൊടുക്കുമ്പോൾ ഉള്ള മാറ്റങ്ങളാണ്. അതിന്റെ പാഠത്തിൽ പറയുമായിരിക്കും. റഫ് വരുന്ന സന്ദർഭത്തിൽ ഊനയാണെങ്കിൽ ഊന വരും. സാലിമാണെങ്കിൽ ഊന വരും. റഫ് മാറി വരുന്ന സംഭവം ഇല്ല. നായിബുൽ ഫാഇൽ മർഫു ആയിരിക്കും. അപ്പൊ നായിബുൽ ഫാഇലായിട്ടല്ല അവിടെ പരിഗണിക്കുന്നത്. അവിടെ എന്താണ്? അവിടെ ഇന്നയുടെ ഇസ്മായിട്ടാണ് പരിഗണിക്കുന്നത്. അവിടെ ഇല്ല. അവിടെ നായിബുൽ ഫാഇൽ എന്താണ്? ലമീറാണ്. എന്ന് പറയുന്നതിന്റെ അതിലുള്ളത്. അതെ, അതിനകത്തുള്ള ലമീറാണ് നായിബുൽ ഫാഇൽ.
അപ്പൊ റഫ് വന്നാലായിരിക്കും നായിബുൽ ഫായിൽ ഉണ്ടാവുക അല്ലെ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അങ്ങനെയല്ല, നായിബുൽ ഫായിൽ ഇല്ലാത്തൊരു ഫീൽ ഉണ്ടാവില്ല. ഉം. ഫേല് മാറൂഫ് ആണെങ്കിൽ ഫായിൽ ഉണ്ടാകും, ഉം. ഫേല് മജ്ഹൂലാണെങ്കിൽ നായിബുൽ ഫായിൽ ഉണ്ടാകും. പക്ഷേ നായിബുൽ ഫായിൽ സന്ദർഭത്തിനനുസരിച്ച് അടയാളം ഇമ്മ കൊടുക്കും. അൻ യകൂന ഇസ്മൻ ബാഹിറൻ വഇമ്മ അൻ യകൂന ളമീറൻ. ഉം. ഒന്നുകിൽ ഇസ്മ ഉണ്ടാവും, വ്യക്തമായ ഇസ്മ ഉണ്ടാവും, അല്ലെങ്കിൽ ളമീർ ആയിരിക്കും. طيب. Right. അതിരി എന്നുള്ള വാക്ക് മുമ്പ് പഠിച്ചിട്ടുണ്ടോ? അത് മുതലുള്ളത്. അതില് പഠിച്ചിട്ടുണ്ട്. ഇത് എന്താണ് പുതിയ വാക്ക്? എന്താണ് ഈ പുതിയതായിട്ട് പഠിച്ചത്? ഈ മുഹിമ്മത്തിന്റെ അർത്ഥം ഉസ്താദ് പറഞ്ഞോ നേരത്തെ? മുഹിമ്മത്തിനോ? അർത്ഥം പറഞ്ഞോ? മുഹിമ്മത്തിന്റെ അർത്ഥം പറഞ്ഞോ, അതിന്റെ ഉദാഹരണം പറഞ്ഞോ എന്ന് സുഹൃത്തുക്കളോട് ചോദിച്ചു നോക്ക്. അത് ഉറക്കം തൂങ്ങിയാൽ പെട്ടുണ്ടാവും. അത് തന്നെ. നിങ്ങൾ രണ്ടും കൂടെ പറഞ്ഞാൽ പ്രശ്നമില്ല, ഞാൻ പറഞ്ഞാലേ കുഴപ്പമാണ്. പ്രധാനപ്പെട്ടത് 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 ഇരുന്നുറങ്ങാൻ. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നുപോയാൽ എന്ത് ചെയ്യും? ഇല്ല, അത് കേട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ മറക്കുന്നത് അല്ലേ? അല്ല, ഇപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായോ? ഞാനിപ്പോ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? പ്രധാനപ്പെട്ടത് അത് തന്നെ. തുന്ന സുക്കാറ. ഏത്? തുന്ന അയ്യോ. സുക്കാറ. സുഖായല്ല കേട്ടോ. അത് മതി, അത് വേറെ അർത്ഥല്ലേ. പിന്നെ ഷൂ പഠിച്ചിട്ടുണ്ടോ? ഷൂ ഹിസാ പഠിച്ചിട്ടുണ്ടോ? ഹിസാ പഠിച്ചില്ല. കഴിഞ്ഞ ബുക്കിൽ പഠിച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചല്ലേ? ഈ പാഠത്തിലെ വക്കാബിളിൽ കൊടുത്തിട്ടുണ്ട്, അതാണ് ചോദിച്ചത്. എണ്ണല് സംഖ്യകള് പറഞ്ഞു. സംഖ്യകളില് ഏടിയൊക്കെ പറഞ്ഞു. സംഭവം അതെ, നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതല്ലേ അത്. ഞാൻ പറഞ്ഞ പുതിയ സംഗതികളുണ്ട്, പക്ഷെ നമുക്ക് വായിക്കുമ്പോൾ അത് മനസ്സിലാകും. മീലാദി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ മീലാദ് നബിയല്ല, മീലാദ് മുഹമ്മദ് എന്നല്ല, മറിച്ച് എന്താണ് മീലാദ് ഈശയാണ് ഉദ്ദേശിക്കുന്നത്. അത് AD എന്നാണ് പറയുന്നത്. അതിന് പകരം മീം ഉപയോഗിക്കും. ഇതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നതല്ലേ? ഞാൻ പറഞ്ഞു കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ ഇതില്ല, ഭാരമുള്ളതല്ല. വായിക്കുമ്പോ മനസ്സിലാവുന്നുണ്ട്. ഇനിയുള്ള പദങ്ങളൊക്കെ നമ്മൾ അങ്ങനെ പരിഗണിക്കാം. കുറച്ച് വൊക്കാബുലറി ഉണ്ടാവും, ചില കാര്യങ്ങൾ കുറച്ച് ഗ്രാമർ ഉണ്ടാവും, പക്ഷെ ഒരു ഭാരമായിട്ട് നമ്മൾ വിചാരിക്കരുത്. ഭാരമായിട്ട് വിചാരിച്ചാൽ ഭാരം തന്നെയാണ്, ഭാരമായിട്ട് വിചാരിച്ചില്ലെങ്കിൽ ഭാരമില്ല. ഇഫ് യു തിങ്ക് ആസ് ഇറ്റ് ഈസ്, ആസ് എ മാൻ തിങ്കത്ത് ഹി ഈസ് എന്ന് പറയുന്ന പോലെ. നമ്മളെ ഡോക്യുമെന്റ് വായിച്ചാൽ കിട്ടും, ഒരുപാട് സംഭവങ്ങൾ കിട്ടും. ഞാൻ പറയുന്ന എല്ലാം സൈക്കോളജിക്കൽ സംഭവങ്ങളാണ്. ഡോക്ടേഴ്സിൽ താല്പര്യം ഡോക്ടേഴ്സിന് ചോദിച്ചു നോക്കിയാൽ സൈക്കോളജിസ്റ്റുകളൊക്കെ ഉണ്ടാവും, സൈക്യാട്രിസ്റ്റുകളും ഉണ്ടാവും. ഡോക്ടേഴ്സ് പൊതുവിൽ അങ്ങോട്ടങ്ങ് പോകാറില്ലെന്നേ ഉള്ളൂ. അപ്പം മനുഷ്യന്റെ മനസ്സിൽ എന്താണോ വിചാരിക്കുന്നത് അതാണ്. ചിലപ്പോൾ പാരസെറ്റമോൾ കഴിച്ചാൽ രോഗം മാറും, ചിലപ്പോൾ എന്താ പറയാ ഹോമിയോ ഗുളിക കഴിച്ചാൽ രോഗം മാറും, ചിലപ്പോൾ അക്യുപഞ്ചർ ചികിത്സിച്ചാൽ രോഗം മാറും, ചിലപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും രോഗം മാറും. എനിക്ക് കോഴിക്കോട് പോകുമ്പോൾ എല്ലാ ആഴ്ചയും പനി ജലദോഷത്തിന് തുടക്കമാവും. തിരിച്ചു വരുമ്പോൾ ഞാൻ അതിനെ പനിയും ജലദോഷമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ ഇവിടെ വന്നിട്ട് നോർമൽ ആക്ടിവിറ്റീസിലായിരുന്നു. അതതിന്റെ വഴിക്കേക്ക് പോകും. ഇനി അഥവാ ഇച്ചിരി കൂടെ ബലത്തിൽ പിടിച്ചാലും ഒരാഴ്ച കഴിയുമ്പോൾ മാറും. മരുന്ന് കഴിച്ചാലും ഒരാഴ്ച കഴിയുമ്പോൾ ശനിയാഴ്ചത്തെ ക്ലാസ് എപ്പോഴും ഉണ്ടോ? ഉണ്ട്. നമ്മൾ അടുത്ത ആഴ്ച കണ്ണൂർ പോകുമ്പോഴാണ്, അടുത്ത മാസം. കണ്ണൂർക്കാരെങ്കിലും ഉണ്ടോ? ഇല്ല. വേറെ എന്തെങ്കിലും ഇതിനകത്ത് ഭാരമുള്ളതെന്ന് എനിക്ക് തോന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അടിച്ചു വിട്ടു പോയത്.
ഇത് വായിക്കണം. വായിച്ചിട്ട് നമ്മൾ ഈ വൊക്കാബുലറിയൊക്കെ നമ്മൾ പല പ്രാവശ്യം വായിക്കുമ്പോൾ ഈ വൊക്കാബുലറി നമ്മൾ മനസ്സിലിരിക്കും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലൈഫിൽ ഉപയോഗിക്കാം. അതിനെ വിളിത മത്താബുലിത്ത എന്നൊക്കെ ചോദിക്കാം. ഇപ്പൊ നമുക്ക് ഉപയോഗിക്കേണ്ട സംഭവമാണല്ലോ, ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന സംഭവമാണ്. ഡേറ്റ് ബർത്ത്, ഇയർ, ആനുവൽ, മറ്റേ എന്താ പറയാ, ഇയർ, ഇതൊക്കെ ചോദിക്കേണ്ടി വരും. അതേപോലെ സംഖ്യ എങ്ങനെ വായിക്കും എന്ന് പറഞ്ഞു. അതെന്തായാലും ക്ലാസ് വേഗം ഇട്ടോളാം കേട്ടോ. ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഒന്നും കേട്ടിട്ടില്ല. അങ്ങനെയല്ല, കൊറേ ഒക്കെ പോയിരിക്കണം. അപ്പൊ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നിങ്ങൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ് ഉറങ്ങാൻ ശീലിക്കണം. അപ്പോഴും ഉസ്താദെ വേറെ ആരൊക്കെ വിളിച്ചോ, പിന്നെ അത് അപകടമായി. അതായി ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് വിളിച്ചു. അപ്പൊ നിങ്ങൾ ശ്രമിച്ചു 5 മിനിറ്റ് ഉറങ്ങാൻ വേണ്ടി. നല്ല ഉറക്കം വന്നിട്ടാണ് കിടന്നത്. അങ്ങനെയാ പോയി. ഞാനിപ്പോ ഇന്ന് രാവിലെ സെക്രട്ടറി ഇല്ലാത്തതുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതേ സീറ്റിൽ തന്നെ ഇരിക്കുക. പക്ഷെ കുറച്ചു നേരം ഇത് സ്ക്രീന്, ലാപ്ടോപ്പ്, ടാബ്, ഫോണ് ഇതെല്ലാം കൂടെ ചേർന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ചു നേരം ഇതെല്ലാം കൂടെ നോക്കി കഴിയുമ്പോഴത്തേക്ക് ക്ഷീണം വരും, പോയി കിടക്കും. 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ വരും, 5 മിനിറ്റ് കളഞ്ഞിട്ട് പിന്നെ വരും, പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ വരും, പിന്നെ 2-3 പ്രാവശ്യം 5 മിനിറ്റ്. ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും നമുക്ക് തോഫീക്ക് നൽകട്ടെ. الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته.